ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് പിരിഞ്ഞു പോയ പ്രിയ ബെനഡിക്ട് സഹോദരനെ കുറിച്ച് ഓർക്കുവാനായിട്ട്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് അടുത്തറിഞ്ഞ ചിലർക്കെങ്കിലും തന്നെക്കുറിച്ച് ഓർക്കുവാനായിട്ടും താൻ അത്ഭുതകരമായിട്ട് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നതിനെ കുറിച്ചൊക്കെ പറയുവാനായിട്ടുണ്ട്. അതിനായിട്ട് നാം ഇന്ന് വൈകിട്ട് ഒന്നിച്ച് കൂടി വന്നിരിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അരുളുന്നു. പ്രാരംഭമായിട്ട് പ്രിയ സഹോദരൻ ബിനു ഒരു ഗാനം നമുക്കായിട്ട് ഇപ്പോൾ ആലപിക്കുന്നതാണ്. പ്രാരംഭമായി ആത്മീയഗീതങ്ങളിലെ 340 ഗാനം ആലപിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. ആത്മീയഗീതങ്ങളിൽ 340 ഗാനം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ. കോടാകോടി ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മശിഹാ. കോടാകോടി ദൂത സൈന്യവുമാ
മേഘാരൂഢനായി വരും ഇതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശു മശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കുന്നതിനായിട്ട് പ്രിയ വർഗീസ് സഹോദരനെ ക്ഷണിക്കുന്നു. വർഗീസ് സഹോദരൻ, കേൾക്കാമോ? കെസിയ വർഗീസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. CP വേവിച്ചേട്ടൻ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കൂടി ലഭിപ്പാൻ തക്കവണ്ണമിടയായി. ഞങ്ങൾ ഇതിനൊന്നും യാതൊരു യോഗ്യതയോ അർഹതയോ ഉള്ളവരായിരുന്നില്ല. ദൈവസന്നിധി വിട്ടുപോയവരായിരുന്നു. ദൈവത്തോട് അടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അഭക്തരായ, പാപികളായ, ദോഷികളായ 10ാം തലമുറയ്ക്ക് പോലും ദൈവസന്നിധി പ്രവേശനം നിഷേധിക്കപ്പെട്ട ജാതികളായ ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കാലാകാലങ്ങളിലായി ദൈവസന്നിധിയിലേക്ക് അടുത്തുവരുവാനുള്ള സാവകാശം പുത്രൻ മുഖാന്തരം നൽകി തന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. അവിടുത്തെ കഷ്ടാനുഭവം, അവിടെ നിന്ന പരിഹാസം ഞങ്ങളെ രക്ഷിപ്പാനായിരുന്നു. അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ നിത്യമായ ന്യായവിധി, മരണം നീങ്ങിപ്പോകുവാൻ തക്കോണം, നിത്യജീവൻ ലഭിപ്പാൻ തക്കോണം ഇടയാക്കിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നായ കർത്താവിന്റെ ദാസൻ ബെനഡിക്ട് ബ്രദർ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവനോടുള്ള ബന്ധത്തിൽ ചില അനുസരണങ്ങൾ ഓർക്കുവാൻ തക്കവണ്ണം ആണ് ഞങ്ങൾ ഒരുമിച്ച് കൂടാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ കേൾപ്പിക്കുന്നതായ ആ സന്ദേശങ്ങളും അനുസ്മരണങ്ങളും ഓരോരുത്തർക്കും ആത്മീക വർധന ഉതകത്തക്കവണ്ണമായിരിക്കാൻ തക്കവണ്ണം ആവശ്യമായത് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രദറിനെ ഞങ്ങൾ ഓർക്കുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി, ചന്തമായി, ഉചിതമായി നടക്കുവാൻ ഇടയാക്കാം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ വിലയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കണ്ടായി കേൾക്കണമേ. ആമേൻ. നമുക്കറിയാം, നമുക്ക് ലഭിച്ച ഈ ലിങ്കില് നാം എഴുതിയിരുന്നത് ഫോർ സെലിബ്രേറ്റിംഗ് ദ ലൈഫ് ഓഫ് ബ്രദർ ബെനഡിക്ട് ബേസിൽ എന്നാണ്. പ്രിയപ്പെട്ടവർ, നമ്മെ വിട്ടുപോയി. ഒരുപക്ഷെ അത്ര പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്താ ഒരു സെലിബ്രേഷൻ ആകുവാനായിട്ട് കാരണമായി തീർന്നെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. തന്നോട് ചേർത്തു പറഞ്ഞ മറ്റൊരു വാക്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഏറ്റവും അത്യുത്തമമായ ഒരു പദവിയിലേക്ക് നമ്മുടെ പ്രിയ സഹോദരൻ ബെനഡിക്ട് ബേസിൽ ഉയർത്തപ്പെടുവാൻ ഇടയായി തീർന്നു. നമുക്ക് ദുഃഖമുണ്ടെങ്കിലും തന്നെ ആ നിലയിൽ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് നാം എല്ലാ മഹത്വവും കരയറ്റുകയാണ്.
തുടർന്ന് തന്നെക്കുറിച്ച് നന്നായി അറിയാവുന്ന കുന്നക്കുരുടി സഭയിലെ ഒരു സഹോദരൻ, താനിപ്പോൾ സൗദി അറേബ്യയിലാണ്, സാം പോൾ, അല്പസമയം എടുത്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് കൃത്യമായിട്ട് നൽകുന്നതാണ്. ഓവർ ടു സാം പോൾ. 1967 മെയ് മാസം 25 ഇന്നേക്ക് ഏകദേശം 56 വർഷങ്ങൾക്ക് മുമ്പാണ് ബെനഡിക്ട് സഹോദരന്റെ ജനനം. ഈ വരുന്ന 25 അതായത് മെയ് മാസം 25 അദ്ദേഹത്തിന് 57 ജന്മദിനമായിരുന്നു. തന്റെ ജന്മദിനത്തിനും കൃത്യം 13 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനിപ്പിച്ച തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. തന്നിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് തന്റെ മാതാവ് വളരെ ദൈവത്തെ ഭയപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ജീവിച്ച ഒരു സഹോദരിയായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയും ദൈവവചന വായനയും തന്റെ വീട്ടിൽ മുടങ്ങാതെ ഉണ്ടായിരുന്നു. അത് കഴിക്കാതെ തനിക്ക് ആഹാരം പോലും തന്റെ മാതാവ് നൽകിയിരുന്നില്ല. പ്രാർത്ഥിക്കാതെ ആഹാരം പോലും തനിക്ക് നൽകിയിരുന്നില്ല എന്നുള്ളത് തന്റെ മാതാവിനെ കുറിച്ചുള്ള സാക്ഷ്യമായി താൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1992 മാർച്ച് മാസത്തിലാണ് ഗൾഫിൽ തനിക്ക് ലഭിച്ച ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ താൻ ആദ്യമായി തന്റെ സ്വദേശം വിട്ട് യാത്രയാകുന്നത്. നാം അറിയുന്നത് പോലെ താൻ ഒരു സർവകലാവല്ലഭനായിരുന്നു. ഏത് കേടായ സാധനവും തന്റെ കയ്യിൽ കൊടുത്താൽ താൻ നിമിഷ നേരം കൊണ്ട് അത് റിപ്പയർ ചെയ്ത് അതിന്റെ എല്ലാ സാധ്യതകളെയും കുറിച്ച് പഠിച്ച് താൻ അത് ചെയ്തു തരുവാൻ ഒരു വല്ലാത്ത പാഠവം തനിക്കുണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ എല്ലാ അതിന്റെ മെയിൻ്റനൻസിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ വിവരവും തനിക്കുണ്ടായിരുന്നു. ചെറിയ ഫാൻ മുതൽ വലിയ CNC മെഷീൻ, വലിയ ക്രെയിനുകൾ വരെ താൻ നന്നാക്കുന്നതിൽ താൻ വൈദഗ്ധ്യമുള്ളവനായിരുന്നു. തന്റെ ബയോഡാറ്റ ഒരിക്കൽ ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നപ്പോൾ താൻ പഠിച്ച കാര്യങ്ങൾ, തനിക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ ഒരു വിവരണം ഏകദേശം 4 പേജിലധികം കണ്ടത് ഞാൻ ഓർക്കുന്നു. ഒരു ചെറിയ സാധനത്തിന്റെ ചിപ്പ് ലെവൽ മുതൽ ഏറ്റവും ഉന്നതമായ സർവീസിങ്, പ്രോഗ്രാമിംഗ് എല്ലാം താൻ നന്നായി പഠിച്ചിരുന്നു. എന്നാൽ അത് എവിടെ നിന്നാണ് പഠിച്ചതെന്നോ ഒരു കോഴ്സിന്റെയും യാതൊരു സർട്ടിഫിക്കറ്റും പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ജ്ഞാനം ആ ജോലിയോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. 1992 തന്റെ 25-ാമത്തെ വയസ്സിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പെട്രോളിയം കമ്പനിയായ സൗദി അരാംകോയിൽ തനിക്ക് മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടിയതിന്റെ പിന്നിലുള്ള കാരണവും തനിക്ക് ഉണ്ടായിരുന്ന ഈ വലിയ സിദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1998 വരെ ഏകദേശം 6 വർഷക്കാലം താൻ ആ വലിയ കമ്പനിയിൽ ജോലി ചെയ്തു. വലിയ ശമ്പളത്തിൽ, വലിയ സൗകര്യത്തോടുകൂടെ ദൈവം തനിക്ക് അങ്ങനെ ഒരു സാധ്യതകൾ നൽകിയത് ഞാൻ ഓർക്കുന്നു. പിന്നീട് തനിക്ക് തന്റെ ജീവിതത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായ കാലത്ത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സൗദി അരാംകോ എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിയ കമ്പനിയിൽ ഒരു ജോലി ലഭിച്ചാൽ ലോകത്തിൽ ആരും അത് കളയുകയില്ല, എന്നാൽ താങ്കൾ എന്തുകൊണ്ടാണ് അത് വിട്ട് ആ ജോലി വിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നതെന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു: ദൈവത്തോട് നന്ദിയില്ലാതെ ജീവിച്ചതിൻ്റെയും എൻ്റെ അഹങ്കാരവും നിഗളവും നിമിത്തം ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ച് കളഞ്ഞ, ദൈവം തന്ന ജോലി ഉപേക്ഷിച്ച് കളഞ്ഞ നന്ദി കെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് താൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ഏത് കുറവുകളെ കുറിച്ചും യാതൊരു ലജ്ജയുമില്ലാതെ ദൈവം മുമ്പാകെ സമ്മതിക്കുവാൻ താൻ എപ്പോഴും ശ്രമിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. 1999 ഒരു വർഷത്തിന് ശേഷം വീണ്ടും തനിക്ക് ഡോട്ട്സെൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു കമ്പനിയിൽ തനിക്ക് ജോലി ലഭിക്കുകയും അവിടെ മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ തലവനായി താൻ ജോലിക്ക് പ്രവേശിച്ചു. ഏകദേശം 2015 വരെ താൻ ആ ജോലിയിൽ ഏകദേശം 6 വർഷക്കാലം അവിടെയും തുടരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ കാലഘട്ടത്തിലാണ് തൻ്റെ കൂട്ടുകാർ പലരും പെന്തക്കോസ്ത് വിശ്വാസികളായിട്ടുണ്ടായിരുന്നതിനാൽ താൻ അവരോട് കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയും രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചുമുള്ള സത്യങ്ങൾ താൻ മനസ്സിലാക്കുകയും ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ തന്നെയാണ്, ഈ 2015 അടുപ്പിച്ച ആ കാലഘട്ടങ്ങളിൽ തന്നെയാണ് തൻ്റെ വിവാഹവും ഒരു കുടുംബജീവിതത്തിൽ താൻ പ്രവേശിക്കുന്നതും തനിക്കൊരു മകളെ ദൈവം നൽകുന്നതും ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്നാൽ 2015 താൻ പെട്ടെന്ന് തനിക്ക് ആ ജോലി നഷ്ടമായി നാട്ടിലേക്ക് വരുമ്പോഴാണ്
തന്റെ ജീവിതം കീഴ്മേൽ മറിയുന്നതായിട്ട് തനിക്ക് തോന്നിയത്. താൻ തന്റെ ഭവനത്തിൽ വരുമ്പോൾ തന്റെ അക്കൗണ്ടിൽ പൈസകളൊന്നുമില്ല. താൻ കൂടിയ അനേക ചിട്ടികൾ അതിനു മുമ്പേ ആരൊക്കെ വിളിച്ച് താൻ പൂർണ്ണമായും ശൂന്യനാണ്, തന്റെ കയ്യിൽ ഒന്നുമില്ലാത്തവനായി താൻ തീർന്നിരിക്കുന്നു എന്നുള്ള സത്യം താൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ വഴക്കുകളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായി. ആ നഷ്ടവും ആ ഏകാന്തതയും ആ ചതിയും തന്നെ ഒരു മദ്യപാനിയാക്കി മാറ്റി. താൻ അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അങ്ങനെ ഒടുവിൽ തന്നെ ആ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ഇനി ഒരു നാളും താനുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയും എന്നേക്കുമായി ഇനി ഇയാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തന്നെ തെരുവിലേക്ക് അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറക്കി വിടുവാനായിട്ടുണ്ടായി. അതിനുശേഷം താൻ തന്റെ ജീവിതം ഇനി അവസാനിപ്പിക്കാം, ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്തിൽ ഇനി ജീവിക്കണ്ട, ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പോലും തന്നെ കുറിച്ച് ദോഷം ചിന്തിക്കുന്നവരാണ്, ഈ ലോകത്തിൽ നന്മയുള്ളവർ ആരുമില്ല എന്ന് ചിന്തിച്ച് തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആ സമയങ്ങളിലാണ് ജീവന്റെ വഴി എന്നുള്ള പേരിൽ റാസൽ ഖൈമയിൽ നിന്നുള്ള സഹോദരന്മാർ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാം തന്റെ ഫോണിൽ താൻ അവിചാരിതമായിട്ട് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത് മാത്യു പോൾ അങ്കിളിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അത് ഇന്നും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആ പ്രോഗ്രാം ആദ്യോടന്തം താൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതം അത്ഭുതം നിറഞ്ഞ ജീവിതമാണ്, യാതൊന്നും സാധ്യതകളില്ലാത്ത കാടിന്റെ ഉള്ളിൽ ദൈവം മാത്യു പോൾ സഹോദരനെ പുലർത്തിയത് ഒക്കെ ഈ മനുഷ്യൻ കേട്ട് താൻ അത്ഭുത പരതന്ത്രനായി. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, വ്യക്തിപരമായ ബന്ധത്തിലേക്ക് തനിക്ക് വരണം എന്നുള്ളൊരു താല്പര്യം, ആ മനുഷ്യനെ കാണണം എന്നുള്ള താല്പര്യം തനിക്ക് ഉണ്ടാവുകയും താൻ പലരോടും ഈ സഹോദരന്റെ മാത്യു പോൾ സഹോദരന്റെ നമ്പർ അന്വേഷിച്ച് താൻ വിളിച്ചു. എന്നാൽ തനിക്ക് അത് ലഭിച്ചില്ല. ഒടുവിൽ ആരോ പെരുമ്പാവൂരുള്ള എബ്രഹാം ചെമ്പോല സഹോദരന്റെ നമ്പർ നൽകുകയും അങ്ങനെ എബ്രഹാം ചെമ്പോല സഹോദരനിലൂടെയാണ് മാത്യു പോൾ സഹോദരനിലേക്ക് ബെനഡിക്ട് സഹോദരൻ എത്തിച്ചേരുവാനിടയായിട്ട് തീർന്നത്. തനിക്ക് പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയി ഉള്ള പരിചയമുണ്ടെന്ന് വരികിലും രക്ഷയുടെ നിർണയമോ അതിന്റെ ഉറപ്പോ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. മാത്യു പോൾ സഹോദരനെ കണ്ടതിന് ശേഷമാണ് ആ വിഷയങ്ങളിലൊക്കെയുള്ള വ്യക്തത തനിക്ക് ഉണ്ടായത് എന്നുള്ളത് താൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ താൻ ദൈവികമായ കാര്യങ്ങളോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും തന്റെ വിവാഹത്തിലോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ ഒന്നും ദൈവഹിതം അറിയുന്നതിൽ അങ്ങനെയൊന്നും അറിയാനുള്ള ആത്മീകമായ വിവേകം തനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ എനിക്ക് താൻ പറഞ്ഞത് ഞാൻ നന്നായി ഓർക്കുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്യു പോൾ അങ്കിളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്കിൾ അന്നേരം തിരുവനന്തപുരത്ത് ഒരു ആയുർവേദ ആശുപത്രിയിൽ കാലിന്റെ തിരുമ്മിനോടുള്ള ബന്ധത്തിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയമാണ്. അങ്കിളിന്റെയും കൂടെ ആരും നിൽക്കാനില്ലാത്തതിനാൽ അങ്കിളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. കർത്താവേ, എന്റെ കൂടെ നിൽക്കാൻ, എന്നെ സഹായിക്കാൻ ഒരാളെ നീ നിയമിച്ച് എനിക്ക് വേണ്ടി അയക്കണമേ എന്ന് വ്യക്തമായി അങ്കിൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ബെനഡിക്ട് സഹോദരന്റെ വിളി തന്റെ ഫോണിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ വിളി വന്ന് ബെനഡിക്ട് സഹോദരൻ തന്റെ കാര്യങ്ങൾ മാത്യു പോൾ അങ്കിളിനോട് വിവരിച്ചു. അങ്കിളിനൊട്ടും സംശയമുണ്ടായില്ല. ദൈവം ഏൽപ്പിച്ച ആൾ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്റെ അടുത്തേക്ക് വന്നുകൊള്ളൂ സഹോദര എന്ന് തന്നോട് മാത്യു പോൾ അങ്കിൾ പറഞ്ഞു. ആ വിളി തന്റെ ജീവിതത്തിന്റെ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമായി എന്നുള്ളത് പിന്നീട് താൻ അനേകവട്ടം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് മാത്യു പോൾ അങ്കിളിന്റെ കൂടെ അദ്ദേഹം വന്നു, ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നു. അതിനുശേഷം ഡിസ്ചാർജായി അങ്കിൾ വീട്ടിൽ വന്ന കാലങ്ങളിലും മാത്യു പോൾ അങ്കിളിന് വേണ്ടതെല്ലാം ചെയ്തു നൽകി. ഒരു മകൻ ഒരപ്പന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നന്നായി മനുഷ്യൻ അങ്കിളിനെ കരുതുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ബെനഡിക്ട് സഹോദരൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്തതെല്ലാം വലിയ വലിയ സ്ഥാപനങ്ങളിലാണ്. ആർക്കും കീഴടങ്ങിയിരിക്കുവാനോ ആർക്കും ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുവാൻ ആവശ്യപ്പെടുന്ന, ആജ്ഞാപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ അങ്കിളിന്റെ കൂടെ കൂടിയതിനു ശേഷം ആ മനുഷ്യന് വേണ്ടിയതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കുകയാണ്, എൻ്റെ കൈകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
ഒരു മനുഷ്യന് വേണ്ടി ഇതുപോലെ എല്ലാം ചെയ്തു കൊടുക്കുവാൻ ഈ ഞാൻ തന്നെയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് താൻ പലപ്പോഴും അതിശയത്തോടെ തന്നോട് തന്നെ ചോദിച്ചത് താൻ എന്നോട് പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ അങ്കിളിനോടുള്ള ബന്ധത്തിൽ താൻ ചെയ്ത ശുശ്രൂഷകൾ ഈ മീറ്റിങ്ങുകളുടെ സമയം കൊണ്ടൊന്നും പരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കുവാൻ അറിയുന്നതല്ല. ഇന്നും മാത്തിപ്പള്ളങ്ങളുടെ വീട്ടിൽ ചെന്നാൽ താൻ ചെയ്ത കാര്യങ്ങൾ അവിടെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്കിൾ ഏറ്റവും നന്നായി ആരോഗ്യത്തോടു കൂടി ഇരുന്നതും അങ്കിൾ ഏറ്റവും ആരോഗ്യത്തോടെ ശുശ്രൂഷിച്ചതും അങ്കിൾ നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെട്ടതും ബെനഡിക്ട് സഹോദരൻ തന്നെ ശുശ്രൂഷകനായി കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം തനിക്ക് ഒരു ജോലിക്ക് വേണ്ടി താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2018 പെട്രോൺ ഗൾഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ദുബായിൽ തനിക്ക് ജോലി കിട്ടി. അനേക നാളത്തെ പല നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് ലഭിച്ചു എന്നുള്ള മാത്യു അടക്കം സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ സ്ഥാപനത്തിൽ താൻ ജോലിക്ക് പോയി. ജോലിക്ക് ചെന്നെത്തിയ നാൾ മുതൽ പ്രതിസന്ധികൾ ആ ജോലിയിൽ തനിക്ക് പല പ്രതിസന്ധികൾ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പേ തന്നെ ആ കമ്പനി അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും തനിക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ ഇടയായിട്ട് തീരുകയും ചെയ്തു. പിന്നീട് താൻ നാട്ടിൽ വന്നപ്പോഴും താൻ നിരാശയോടുകൂടിയാണ് വന്നത്. കാരണം തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം തനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകണം. അത് മാത്യു അങ്കിളുടെ വീടിനോട് അടുത്തുള്ള സ്ഥലത്തായിരിക്കണം. അവിടെ അങ്കിളിനെ പാർപ്പിക്കണം. അങ്ങനെ മരണം വരെ അങ്കിളിനെ ശുശ്രൂഷിച്ച് ജീവിക്കണം. അങ്കിൾ എഴുന്നേറ്റ് നടന്ന് ശുശ്രൂഷിക്കുന്നതിന്റെ ഒരു ദാസനായി തനിക്ക് ജീവിക്കണം. അതായിരുന്നു തന്റെ ആഗ്രഹവും താല്പര്യവും. എന്നുള്ളതിനാൽ തന്റെ ഈ ജോലിയിലുള്ള പെട്ടെന്നുള്ള ജോലിക്കുണ്ടായ നഷ്ടവും അപ്രതീക്ഷിതമായി വരവും തന്നെ വല്ലാതെ മാനസികമായിട്ട് തളർത്തുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ താൻ നാട്ടിലേക്ക് വന്നു. മണ്ണൂര് ഒരു വീട് തൽക്കാലം വാടകയ്ക്കെടുത്ത് അവിടെ താൻ താമസം ആരംഭിച്ചു. ആ സമയങ്ങളിലൊക്കെ ഒരു ജോലിക്ക് വേണ്ടി താൻ ശ്രമിച്ചെങ്കിലും തനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിൽ താൻ അല്പം സ്വാതന്ത്ര്യമുള്ള കുറച്ചുകൂടെ സ്പേസ് ഉള്ള വേറൊരു വീട്ടിലേക്ക് താൻ താമസം മാറുകയും അവിടെ ബെനഡിക്ട് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം താൻ തനിയെ ആരംഭിച്ചു. തനിക്കുള്ള കഴിവുകളൊക്കെ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്ത് താൻ തുടങ്ങി. അവിടെ തന്റെ വീടിനോട് അടുത്ത് അപ്പു എന്ന് പറയുന്ന ഒരു ചേട്ടനും ഒരു ചേച്ചിയും അതിന്റെ 3 മക്കളും ഉണ്ടായിരുന്നു. അവരായിരുന്നു തന്റെ സന്തത സഹചാരികൾ. അപ്പു ഒരു മദ്യപാനിയായിരുന്നു. അതിനാൽ തന്നെ ആ കുഞ്ഞുങ്ങളെ തന്റെ വീട്ടിൽ എപ്പോഴും പാർപ്പിച്ച് അവരെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് അവർക്ക് അതിന്റെ ചെറിയ ശമ്പളം പോലെ നൽകി തന്റെ ഏകാന്തത താൻ മാറ്റിയിരുന്നത് ആ കുടുംബത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ താൻ അവിടെ കാലങ്ങൾ തന്റെ ബിസിനസ്സുകളൊക്കെ അങ്ങനെ ചെയ്ത് മുൻപോട്ട് പോയ സമയത്താണ് അപ്രതീക്ഷിതമായി കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മൂടുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ആ നാളുകളിൽ തന്റെ പണികൾ കുറഞ്ഞു, തന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു. തനിക്ക് മാസം 5000 രൂപ വരുന്ന വാടകയും കറണ്ട് ചാർജ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ തനിക്കുണ്ടായി. പിന്നീട് താൻ പറഞ്ഞത് പല ദിവസങ്ങളും താൻ ആ വീട്ടിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ, വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ താൻ ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ മുഖത്തേക്ക് നോക്കി താൻ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ പട്ടിണി കിടന്ന ദിവസങ്ങളിലൊന്നും തനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് താൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി താൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ ബൈക്കിൽ നിന്ന് വീണ് തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. പരിക്ക് പറ്റി. കാലിന് പ്ലാസ്റ്റർ ഇട്ട് ചില ദിവസങ്ങൾ, ഓൾമോസ്റ്റ് 2 മാസം താൻ ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞിരുന്നു. വലിയ ഏകാന്തതയും വലിയ ജോലിയില്ലാത്തതിന്റെ വിഷമങ്ങളും ഒക്കെ അന്ന് തന്നെ വല്ലാതെ ബാധിച്ച സമയത്ത് കുന്നക്കുരുടി സഭയിലെ തോമസ് സഹോദരനാണ് തന്റെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും ചെന്ന് കടന്നു ചെല്ലുകയും തന്നോട് കൂടെ സമയം ചെലവഴിച്ച് തനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നത്. തോമസ് സഹോദരൻ മാത്രമല്ല, ജോയ് സാറും, ജോയ് വർഗീസ്, ബിനു, ജിനു, ജിബിൻ, ഇങ്ങനെ പലരും പല സമയങ്ങളിലായി കടന്നു ചെന്ന് തന്റെ ഏകാന്തതയെ മാറ്റുവാൻ ആ സഹോദര സ്നേഹം അവർ പുലർത്തിയത് താൻ പലപ്പോഴും നന്ദിയോടുകൂടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്റെ കാര്യത്തിൽ എന്താണ് ദൈവം വഴി തുറക്കാത്തത്? ദൈവം എനിക്ക് എന്തുകൊണ്ടാണ് മറുപടികൾ തരാത്തത്
എന്ന് മാത്യു പോൾ സഹോദരൻ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി അത്ഭുതങ്ങൾ മാത്യു പോൾ സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് എന്താണ് മറുപടി ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യങ്ങൾ താൻ പലപ്പോഴും ഞങ്ങളോടും മാത്യു പോൾ സഹോദരനോടും ചോദിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും അതിന് മറുപടികൾ നൽകുവാൻ കഴിയാതെ മിണ്ടാതിരിക്കുകയാണ് പതിവ്. മാത്യു പോൾ അങ്കിളും അതുപോലെ തന്നെ ഉത്തരങ്ങളില്ലാതെ ദൈവം കരുതും എന്നുള്ള ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തൻ്റെ വീടിന്റെ സിറ്റ് ഔട്ടിലും കുന്നക്കുരുടി ഹാളിന്റെ വരാന്തയിലും ഇരുന്ന് ആ സഹോദരന്റെ ജീവിതത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നാളുകളോളം പ്രാർത്ഥിച്ച കാലങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഏകദേശം 2021, 2022 ആ സമയങ്ങളിലാണെന്ന് തോന്നുന്നു, ഒമാനിലെ സോഹാർ ബീച്ച് ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ട്, ഫാക്ടറിയിലെ മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ട് തനിക്ക് ജോലി ലഭിച്ചു. തൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു ഒരു ആളാണ് അദ്ദേഹത്തിന് ആ ജോലി സംഘടിപ്പിച്ച് നൽകിയത്. വളരെ ചെറിയൊരു ശമ്പളത്തിലാണ് താൻ ഒരു ജോലിക്ക് അവിടെ ചേർന്നത്. അന്ന് ഞാൻ പറഞ്ഞു, ഇത്രയും ചെറിയൊരു ശമ്പളത്തിന് എങ്ങനെയാണ് സഹോദര അവിടെ ജോലി ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത്, എന്ത് ത്യാഗം സഹിച്ചും ഒരു വീട് എനിക്ക് വേണം, അവിടെ അങ്കിളിനെ കൊണ്ടുവരണം, എനിക്ക് അങ്കിളിനെ അവിടെ താമസിപ്പിക്കണം. ആ ഒരു ആഗ്രഹത്തിന് മുമ്പിൽ ഞാനും യേശു പറഞ്ഞു. അങ്ങനെ താൻ ആ ജോലിക്ക് വേണ്ടി കടന്നുപോയി. എന്നാൽ ആ ജോലിയിലും തനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ജോയിൻ ചെയ്ത പിറ്റേ ആഴ്ച മുതൽ തൻ്റെ ഫോൺ കോളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും സങ്കടങ്ങളും, ആ ജോലിയിൽ തന്നെ എല്ലാ നിലയിലും ബുദ്ധിമുട്ടിക്കുന്ന, തന്നെ ഹരാസ് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അവിടുത്തെ ഒരു മാനേജറായിട്ടുണ്ടായിരുന്നത്. താൻ അവിടെ നിന്ന് ജോലി വിടുമ്പോൾ തനിക്ക് 8 മാസത്തെ ശമ്പളം പെൻഡിങ് ആയിരുന്നു. എത്രയോ മാസങ്ങളിൽ താൻ ജോലിയില്ലാതെ ഭാരപ്പെട്ടിരുന്നു എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. പിന്നീട് 2023 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് തൻ്റെ താടിയുടെ താഴെ ഒരു തടിപ്പ് പോലെ വന്നു. അതെന്നെ വിളിച്ച് താൻ പറഞ്ഞിരുന്നു. ഉടനെ താൻ തൻ്റെതായ ചില ചികിത്സകളൊക്കെ ചെയ്തു. എങ്കിലും അത് മാറാതെ വന്നപ്പോൾ നീര് കൂടി വരുന്നതായിട്ട് താൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ബദറൽസാമ ഹോസ്പിറ്റലുണ്ട് സോഹാർ, അവിടെ ചെന്ന് അതിൻ്റെ ചെക്കപ്പുകൾ കാര്യങ്ങളൊന്ന് നടത്തി നോക്ക്, എന്താ കാര്യമെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ താൻ അവിടെ ചെന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നീരല്ല, ഇത് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഒരു നീഡിൽ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് താങ്കൾ നാട്ടിലേക്ക് കടന്നുപോയി ഇതിന് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യണം, കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ തന്നോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് താൻ അവിടെ അവധി ചോദിച്ച് തൻ്റെ ആ റിപ്പോർട്ടുകളൊക്കെ കാണിച്ച് അവിടുന്ന് പോരുവാനായിട്ട് തീരുമാനിച്ചു. സോഹാറിലുള്ള സഭയിലെ പ്രിയ സഹോദരന്മാർ തന്നെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തനിക്ക് വേണ്ടിയ ചെറിയൊരു കൂട്ടായ്മയും കയ്യിൽ നൽകി തന്നെ അവിടെ നിന്ന് യാത്ര അയച്ചു. നാട്ടിലേക്ക് വന്നു. എവിടെ ചികിത്സ ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ആശങ്കകൾ തനിക്കുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ താൻ കാരിത്താസ് ഹോസ്പിറ്റൽ, തൻ്റെ കുടുംബക്കാരുള്ള ചങ്ങനാശ്ശേരിയിൽ തന്നെ തൻ്റെ ട്രീറ്റ്മെന്റുകൾ തുടരുവാൻ താൻ ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ ട്രീറ്റ്മെന്റുകൾ തുടർന്നു. അനേകം കീമോതെറാപ്പികൾ, അനേകം റേഡിയേഷനുകളിലൂടെയൊക്കെ താൻ കടന്നുപോയി. ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ കാലങ്ങൾ, പല ദിവസങ്ങൾ താൻ ICUവിലായിരുന്നു. താടിയുടെ ഭാഗത്തുള്ള റേഡിയേഷനും ഒക്കെ ആയതിനാൽ തനിക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ പ്രയാസങ്ങളായിരുന്നു. ഒരു ദിവസം താൻ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ താൻ എനിക്ക് അയച്ചു തന്നൊരു ഫോട്ടോയുണ്ട്. അതിൽ വായ് മുഴുവൻ പരുക്കൾ നിറഞ്ഞ് പഴുപ്പ് ബാധിച്ച് ഒരു മനുഷ്യന്റെ വായാണതെന്ന് തോന്നുവാൻ മനസ്സിലാക്കാൻ തക്കവണ്ണം വിരൂപമായൊരു രൂപം കണ്ട് ഞാൻ ആകെ കരഞ്ഞുപോയത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ നാം ആരും അറിയാത്ത ഒരുപാട് സങ്കടങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആ കാലങ്ങളിൽ ഉണ്ടായി. ചില ദിവസങ്ങൾ തനിക്ക് കിടക്കുവാൻ കഴിയാതെ താൻ 4 ദിവസം ഇരുന്ന് തൻ്റെ സമയങ്ങൾ ചെലവഴിച്ചത് താൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ ചികിത്സകൾ തുടർന്നു. ആ ചികിത്സയുടെ മധ്യത്തിലെല്ലാം വലിയ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായി. കാരിത്താസ് ഹോസ്പിറ്റലിലെ ചികിത്സ ഒട്ടും ചെലവ് കുറഞ്ഞതല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ പിന്നിലൊക്കെ താൻ ആദ്യം പോയിരുന്ന റാസൽ ഖൈമ സഭ, സോനാപൂർ അസംബ്ലി, അതുപോലെ സോഹാർ അസംബ്ലി, അവരൊക്കെ അറിഞ്ഞ് അയച്ച കൂട്ടായ്മകളാണ് തൻ്റെ
ചികിത്സയ്ക്ക് ഒരുപാട് ആശ്വാസമായി തീർന്നത്. അവർ മാത്രമല്ല, അനേകം ആളുകൾ അത് പിന്നീടുള്ള വഴികളിൽ ജോൺസൺ ചേട്ടൻ ആ കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ എന്നാൽ താൻ വലിയ പ്രതീക്ഷയിലായിരുന്നു തന്റെ രോഗം മാറുമെന്നും താൻ ഇനി സോഹാറിലേക്കില്ല, സഹോദരന്റെ കൂടെ സൗദി അറേബ്യയിലേക്ക് ഞാൻ വരാം എന്ന് താൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോരെ, വിസ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആശയിൽ ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. താൻ റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് തന്റെ രോഗം മാറി എന്നുള്ള പ്രതീക്ഷയിൽ താൻ പലവട്ടം സുഖമായപ്പോൾ കുന്നക്കുരുടിയിലും അവിടെയുള്ള പല വീടുകളിലും താൻ വരികയും താൻ അനേക സാധനങ്ങൾ കൊണ്ടുവന്ന് അനേകർക്ക് നൽകുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. എന്നാൽ ആ ട്രീറ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് 2023 ഓഗസ്റ്റ് 30 മാത്യു പോളങ്ങൾ അപ്രതീക്ഷിതമായി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. അത് തന്നെ വല്ലാതെ ബാധിച്ചു. ആ അങ്കിളിനെ ചികിത്സിച്ച ആ വൈദ്യനെ ഒക്കെ നേരിട്ട് കാണണമെന്നും ഒക്കെയുള്ള വലിയ രോഷമൊക്കെ അന്ന് താൻ പറഞ്ഞത് ഓർക്കുന്നു. തന്റെ റേഡിയേഷൻ കാലമായതിനാൽ ആ ശുശ്രൂഷകൾക്കും തനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് വലിയൊരു സങ്കടമായി തന്റെ ജീവിതത്തിൽ എന്നും ഓർക്കുന്നത് ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ ഏപ്രിൽ മാസം ആദ്യ സമയങ്ങളിൽ തനിക്ക് വീണ്ടും പ്രയാസങ്ങൾ വർദ്ധിക്കുവാനായിട്ട് തീരുകയും തന്റെ താടിയിലുള്ള നീര് വർദ്ധിച്ച് തനിക്ക് ഒന്നും ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്നാൽ വാസ്തവമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്രമാത്രം അറിയാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോഴും സംശയിക്കുകയാണ്. വീണ്ടും നാളുകൾ നീണ്ടുപോയി. ആശുപത്രിവാസം, വീട്ടിലെ ജീവിതം, അങ്ങനെ മാറി മാറി കാര്യങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ ഈ മാസം 9 രാത്രി ഞങ്ങൾക്ക് അതിനു മുമ്പുള്ള തന്റെ ഫോൺ വിളികളിൽ നിന്ന് താൻ ക്ഷീണത്തിലേക്ക് വരുന്നു, താൻ പ്രയാസങ്ങൾക്ക് ഏറി വരുന്നു, വേദനകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ സഹോദരന്മാരൊക്കെ ചേർന്ന് ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു. എൻ്റെ സഹോദരനെ വിളിച്ച് പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ രാത്രിയിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹവും പതിവ് പോലെ താൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനാണ് പറയാറുള്ളത്. എന്നാൽ അന്ന് താൻ പ്രാർത്ഥിച്ചു. അന്ന് താൻ പറഞ്ഞു, ദൈവം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, ദൈവം എൻ്റെ കാര്യത്തിൽ കരുതുന്ന കരുതലുകൾ, അത് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്ന സഹോദര എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണ് തുടച്ചാണ് അന്ന് തൻ്റെ പ്രാർത്ഥനകളിൽ താൻ അവസാനിപ്പിച്ചത്. പിന്നീട് ഞങ്ങൾ ചോദിച്ചു, എൻ്റെ സഹോദര, ഈ ദിവസങ്ങൾ എങ്ങനെയാണ് താങ്കളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവം എന്താണ് താങ്കളോട് സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സഹോദരൻ, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുറിക്കുള്ളൊരു വലിയ പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശത്തിൽ ഞാൻ കുറെ നേരം സമയം ചെലവഴിച്ചു. പിന്നീട് ആ പ്രകാശം അങ്ങ് മറഞ്ഞുപോയി. ഞങ്ങളെല്ലാവരും ചിന്തിച്ചു, എന്താണ് താൻ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായി. അങ്ങനെ ആ മീറ്റിംഗ് ഏകദേശം രാത്രി 12 മണി വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് അവസാനം താൻ കൈ ഉയർത്തി ടാറ്റ തന്ന് ആ മീറ്റിംഗ് അന്ന് അവസാനിച്ചു. അന്ന് രാവിലെ 3 മണിക്ക് തനിക്ക് അതികഠിനമായ പനി ഉണ്ടാവുകയും ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ച് തന്നെ ശാന്തനായിട്ട് കിടത്തി. പിന്നീട് രാവിലെ താൻ എഴുന്നേറ്റ് 9 മണിക്ക് താൻ പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ കട്ടിലിൽ പോയി കിടന്നതാണ്. ആ കിടത്തിന് ശേഷം താൻ പിന്നെ എഴുന്നേറ്റിട്ടില്ല. 2 ദിവസം ഏകദേശം അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. സഹോദരന്മാർ പലരും അത് പോയി കണ്ടതാണ്. 12 കഴിഞ്ഞ ഞായറാഴ്ച കർത്തൃ ദിവസം രാവിലെ ശേഷം 9 മണിക്ക് 9:30 ഇടയിലുള്ള ഒരു സമയം തൻ്റെ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച് താൻ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് താൻ പറന്നുപോയി. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാഠം, ബെനഡിക്ട് സഹോദരന്റെ കഴിവോ ബലമോ ഒന്നും ഇതിന്റെ പിന്നിൽ നമുക്ക് പറയുവാനോ തന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും പറയുവാനോ ഇല്ല. ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ, തന്റെ മക്കളുടെ കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും വിശ്വസ്തനാണെന്നും ലാസറിനെ പോലെ ആരുമില്ലാത്തവരും എത്രയില്ലാത്തവരും ഒന്നുമില്ലാത്തവരുമാണെങ്കിലും തന്റെ മക്കളെ അവരുടെ കഷ്ടങ്ങളിൽ ദൈവം ഒരു നാളും കൈവിടുകയില്ലെന്നും തന്റെ മക്കളുടെ ജീവിതത്തിന്റെ സകല കഷ്ടങ്ങളിലും അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് അവരെ പൂർണ്ണ ജയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ദൈവം പ്രാപ്തനാണെന്നുമാണ് ഈ ജീവിതം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ലാസറിനെ കുറിച്ച് പറയുന്നത് പോലെ ലാസർ മരിച്ചു, ബെനഡിക്ട് സഹോദരൻ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇമ്പങ്ങളുടെ പറുദീസയിൽ താൻ ഇന്ന് വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
താങ്ക് യു സാം. വളരെ വിശദമായിട്ട് ബെനഡിക്ട് ബ്രദറിന്റെ ജീവിതത്തെക്കുറിച്ച്, താൻ കടന്നുപോയ വഴിത്താരകളെ കുറിച്ചൊക്കെ നമ്മളോട് പറയുകയായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, താന് ഒന്നുമില്ലാത്തവനായിട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വന്നതെങ്കിലും അനേകം ദൈവമക്കളുടെ അകമഴിഞ്ഞ സഹായം തന്റെ ഒരു ചികിത്സയ്ക്കും തടസ്സം കൂടാതെ മുന്നോട്ട് പോകത്തക്ക വിധം ദൈവം കാര്യങ്ങളെ ഒരുക്കി. ദൈവത്തിനെല്ലാം മഹത്വവും. നമ്മുടെ സമയം അല്പം മുന്നോട്ട് പോയതുകൊണ്ട് നാം വേഗത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഇനി പറയുന്ന പ്രിയപ്പെട്ടവർ സമയത്തിന്റെ കാര്യത്തിൽ ഒരു പരിധി വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തുടർന്ന് താന് ഒമാനിലായിരുന്നപ്പോൾ തന്നോട് ഏറ്റവും ഇടപെട്ടതായ ഒരു സഹോദരൻ ജിമ്മി സൈലസ്, സൊഹാർ അസംബ്ലിയിലെ പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. 3 മിനിറ്റാണ് സമയം. അതിനുള്ളിൽ തന്റെ വിവരണം പറഞ്ഞു തീർക്കുമല്ലോ. ഓവർ ടു ജിമ്മി സൈലസ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ബെനഡിക്റ്റിനെ കുറിച്ച് ഓർക്കുന്നതിനുള്ള ഈ മീറ്റിംഗില് അടിയനും പങ്കുചേരുവാനായിട്ട് ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബെനഡിക്റ്റിനെ ഓർക്കുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കാരണം, ഒരുപക്ഷെ സൊഹാർ അസംബ്ലിയില് ഇത്രയേറെ ഡീപ്പായിട്ട് ഇടപെട്ട് ഞാൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജെറോണൻ ചാനും ഞങ്ങളെല്ലാവരും തന്നെയായിരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വേദഭാഗം, 2 ദിനവൃത്താന്തം അതിന്റെ 35-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യോശുവാവിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സാക്ഷ്യമുണ്ട്. യോശുവാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവന്റെ സൽപ്രവൃത്തികളും ആദ്യാവസാനം അവന്റെ ചരിത്രവും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതിൽ വളരെ പ്രത്യേകമായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവന്റെ സൽപ്രവൃത്തികൾ. ഞാൻ ആദ്യമായിട്ട് ബെനഡിക്റ്റിനെ പരിചയപ്പെടുന്നത് അച്ഛൻ ഇവിടെ ഏകദേശം കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഫുൾ സ്വിങ്ങില് വർക്കൊക്കെയും പ്രാരംഭമായിട്ട് തുടങ്ങിയ ആ സമയത്താണ്. എനിക്ക് തോന്നുന്നു 2021 തുടക്കത്തിലാണ് പ്രിയ ബെനഡിക്റ്റിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് പ്രിയ സാമ്പിൾ ബ്രദർ തരികയും അദ്ദേഹത്തെ വർക്ക് ചെയ്യുന്നതായിരിക്കുന്ന കമ്പനിയിൽ ഞങ്ങൾക്ക്, എനിക്കും വൈഫിനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള സാം ജോർജ് സഹോദരനും ഞങ്ങൾക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണുവാനും ഇടയായി തീർന്നു. പിന്നീട് എന്നോട് ചോദിക്കുകയുണ്ടായി, എപ്പോഴാണ് ബ്രദറെ സമയം, നമ്മുടെ ആരാധനയുടെ സമയം എന്ന് എന്നോട് ചോദിക്കുവാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞു 11 മണിക്കാണ്, വെള്ളിയാഴ്ച പോട്ടക്കേബിനിലാണ്, നമുക്ക് ചർച്ചിന്റെ ഇതൊക്കെ അറിയാം, അദ്ദേഹത്തിന് അറിയാം, ഞാൻ വന്നുകൊള്ളാം ബ്രദറെ എന്ന് പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ച ഞങ്ങളെക്കാളും ഒക്കെ മുന്നേ തന്നെ അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നു എന്ന് എനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് തന്നെ എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, അദ്ദേഹം ദൈവത്തോട് എത്രമാത്രം അടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് അതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ വളരെ ചുരുക്കം സഭായോഗങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന് പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അതിന്റെ വിവരണം പ്രിയ സാമ്പിൾ ബ്രദർ പറയുവാനായിട്ട് ഇടയായി. പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ, അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള ഹറാസ്മെന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികമായിരിക്കുന്ന നന്മകളിലുള്ളതായിരിക്കുന്ന പരാജയങ്ങളോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും വിഷമിപ്പിച്ചിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, ബ്രദറെ എനിക്ക് യോഗത്തിന് വരാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രിയ മാത്യു പോളങ്കലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ജോലിയിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഈ നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളോ ഓർത്തൊരിക്കലും പരിഭവം അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രിയ സാമ്പിൾ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഏകദേശം അവസാനത്തെ നാളുകളിലായിരുന്നു എന്ന് എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കൽ പോലും ജീവിതത്തിൽ യാതൊരു വിധമായിരിക്കുന്ന പരിഭവങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്തതായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും അത് ആരെയും അറിയിക്കാത്തതായിരിക്കുന്ന നിലയിൽ തന്നെ ഒതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അവസാനമായിട്ട് ഞാൻ പ്രിയ ബെനഡിക്റ്റിനെ സംസാരിച്ചു.
അവസാനമായിട്ട് ഈ രോഗമൊക്കെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ആ സമയത്ത് കമ്പനി അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു വെച്ചിരുന്നു. ഇനി ഇൻ കേസ് അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ യാത്രയാക്കുവാനായിട്ട് ഞാൻ പോയി. പോയതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, ബ്രദർ, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ആർക്കുമില്ല, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു? ആ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞാൻ വല്ലാതെ പതറിപ്പോയി. എന്റെ ജീവിതത്തിൽ ആരും ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സന്ദർഭം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പതറിയില്ല. കാരണം ഞാൻ പതറിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ അവിടെ ഇമോഷണൽ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. പക്ഷെ ഞാൻ അച്ചായനോട് പറഞ്ഞ ഒരു കാര്യം, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ഭാഗം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജന്മന കുരുടനായിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന സമയത്ത് കർത്താവ് പറഞ്ഞായിരിക്കുന്ന മറുപടി. അവര് ചോദിച്ചത്, ഞാൻ പറഞ്ഞു, പ്രിയാച്ചായ, ഇതിലൂടെയൊക്കെയും കടന്നുപോയ അനേക വിശുദ്ധന്മാര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരൊക്കെയും ജീവിക്കുന്ന സാക്ഷികളാണ്. ഒരു പക്ഷേ ദൈവം അച്ചായനെ ആ നിലയിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയായിട്ട് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ട് ദൈവം കണക്കാക്കേണ്ടതിനായിട്ട് ദൈവം ഒരു പക്ഷേ അച്ചായനെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ മാത്യു പോളങ്ങളുടെ ജീവിതമൊക്കെ കണ്ട് അച്ചായൻ കൂടെ ഇടപഴകിയ ഒരു ദൈവദാസനല്ലേ എന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു നിരാശയുടേതായിരിക്കുന്ന കണികകളോ അല്ലെങ്കിൽ ഒരു അധൈര്യപ്പെട്ടതായിരിക്കുന്ന യാതൊരു വാക്കുകളോ അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. അങ്ങനെ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചയക്കുകയും രാത്രി എനിക്ക് അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ റെഡിയായി. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് ചികിത്സയ്ക്ക് പോയി. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുന്നേ വരെയും എനിക്ക് മെസ്സേജ് അയക്കുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജിന്റെ ത്രൂ ഞങ്ങൾ കൺവേ ചെയ്യുകയും അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളൊക്കെയും അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ അനേക കാര്യങ്ങൾ ഞാൻ പ്രിയ സാംപോൾ ബ്രദറിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുടുംബ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ ഞാനൊരു ദിവസം സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. അത് ആ നിലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു. എന്നാൽ ഇത്രയും ധന്യമായിരിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഇത്രയും കഷ്ടപ്പാടിനിടയിൽ പോലും ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. വളരെ പ്രത്യേകമായിട്ട് ഒരു കാര്യം, ലാസ്റ്റ് നിമിഷത്തിൽ ഞങ്ങൾ സഭയുടെ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹം കൂട്ടായ്മ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു പങ്ക് ഞാൻ മാത്യു പോളങ്ങളിൽ കൊടുക്കും ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ, അത് വേണ്ട. കാരണം മാത്യു പോളങ്ങളിലുള്ളതായിരിക്കുന്ന കൂട്ടായ്മകളൊക്കെ ഓൾറെഡി ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഇത് ബ്രദറിനുള്ളതായിരിക്കുന്ന അച്ചായനുള്ളതായിരിക്കുന്ന ഇതിലാണ് ഞങ്ങൾ തരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ കഷ്ടപ്പാടിലും വിഷമങ്ങളുടെ ഇടയിൽ പോലും തന്റെ കൂട്ട സഹോദരന്മാരെ മറക്കാത്തതായിരിക്കുന്ന ഒരു പ്രകൃതം, അത് എനിക്ക് വളരെയേറെ ചാലഞ്ചിങ്ങും അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് കണക്കാക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിശേഷാല് പ്രിയ ബെനഡിക്റ്റായന്റെ ജീവിതം നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ചുരുക്കം ചില നാളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തോടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ എന്റെ ജീവിതത്തിൽ എനിക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഇത്രയും സമയം അനുവദിച്ചതായിരിക്കുന്ന പ്രിയ കുന്നക്കുരുടി അസംബ്ലിയിലെ ചുമതലപ്പെട്ടതായിരിക്കുന്ന ദേവദാസന്മാരോടുള്ളതായിരിക്കുന്ന എന്റെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ജിമ്മി. നമ്മുടെ സമയം വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്നവർ സമയത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമേ എന്ന് ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് റാസൽ ഖൈമ അസംബ്ലിയിൽ നിന്നും ബ്രദർ ബിജു ജേക്കബ്. ഓവർ ടു ബിജു ജേക്കബ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബെനഡിക്ട് ബ്രദറിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ റാസൽ ഖൈമ അസംബ്ലിയിൽ ഏകദേശം ഒരു വർഷക്കാലത്തിൽ കൂടുതൽ ഞങ്ങളുടെ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
സാംപോൾ ബ്രദർ പറഞ്ഞ പോലെ 2018 ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. കുന്നക്കുരുടിയിൽ നിന്ന് തന്നെ ആരോ വിളിച്ച് നമ്പർ തരികയും ആ രീതിയിൽ പ്രോബബ്ലി അത് ഗെയ്സൺ ആയിരിക്കാം, ഞാൻ വിചാരിക്കണം ഗെയ്സന്റെ ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ നമ്പർ കിട്ടുകയും ഞാൻ ഈ സഹോദരൻ താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ച് ഏകദേശം എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഒരു 60 കിലോമീറ്ററോളം ദൂരെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ഒരു ദിവസം പോയി ഈ സഹോദരനെ കണ്ടെത്തുകയും ആ സഹോദരനെ മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. ആ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു, സഹോദരന് എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പോരുന്ന വഴിക്ക് പുള്ളിയെ പോയി കണ്ട്, വിളിച്ചു പോയി കണ്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ മാത്യു പോൾ ബ്രദറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഇങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചതും അങ്ങനെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞതും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ചോദിച്ചു, എന്ത് ഇന്റർവ്യൂ, എന്താണ് പ്രത്യേകത? അപ്പോ പറഞ്ഞു, മാത്യു പോൾ ബ്രദർ ആ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, തൻ്റെ ഗ്രാൻഡ് മദർ കൃഷിക്കൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് കണ്ടത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചത് ആ ദേശത്ത് അവരുടെ ഇത് മാത്രം, കൃഷി മാത്രം പ്രശ്നമില്ലാതെ ലഭിക്കും, അങ്ങനെയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രശ്നങ്ങൾ മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ വിളിക്കാനായിട്ട് നമ്പർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പലരോടും വിളിച്ചിട്ടും നമ്പർ കിട്ടിയില്ല, വിളിച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുത്തില്ല. അങ്ങനെ അവസാനം നമ്പർ കിട്ടി, തന്നെ വിളിച്ചു പോയ കാര്യങ്ങളെല്ലാം നാം പറഞ്ഞല്ലോ. അങ്ങനെ സഹോദരൻ ഏകദേശം ഒരു വർഷക്കാലം, 1.5 വർഷക്കാലത്തോളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു 30, ഞങ്ങളുടെ അസംബ്ലി ഹാളിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയാണ് പ്രിയ സഹോദരൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളുടെ സഹോദരന്മാർ പോയി കൊണ്ടുവരും, എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മീറ്റിംഗ് ഉണ്ട്, പോയി കൊണ്ടുവരും. ഞങ്ങളുടെ കൂടെ വളരെ സന്തോഷമായിട്ട് ആ കാലഘട്ടങ്ങളിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം തന്റെ ജോലിയിൽ സാലറി എല്ലാം കിട്ടാത്ത ഒരവസ്ഥ വന്നു. ആ സമയത്ത് ദുബായിൽ ഒരു ചെറിയ ജോലി കുറച്ചു നാൾ പുള്ളി ചെയ്തു. അവിടെയും ഇതുപോലെ സാലറിയുടെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നാട്ടിലേക്ക്, പലയിടത്തും സാലറി മുഴുവനായിട്ട് കിട്ടാത്ത അവസ്ഥകൾ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സഹോദരൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇത്ര നന്നായിട്ട് ജോലി അറിയുന്ന സഹോദരൻ ഫൈനലി അവിടെ നിന്ന് വരുമ്പോ ആ സാലറികളെല്ലാം കിട്ടാതെ പലപ്പോഴും സാമ്പത്തിക പ്രയാസത്തിലായിരുന്നു. എനിക്കറിയാവുന്ന 3 ജോലിയിലും പുള്ളി പോയത്. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ടാണെന്നുള്ള ചിന്തയൊക്കെ പലപ്പോഴും ഞാൻ വന്നിരുന്നു. എന്നാൽ ദൈവം തന്നെ ലാസ്റ്റില് അതിനുശേഷം നാട്ടിൽ കടന്നു പോവുകയും നമ്മൾക്കറിയാവുന്ന പോലെ 2019 ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അതോടുള്ള ബന്ധത്തിലെല്ലാം ഞങ്ങളോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് തുടർന്ന് പിന്നെ അസുഖമായ സമയത്ത് വീണ്ടും കോണ്ടാക്ട് ചെയ്യുവാനും അങ്ങനെ വളരെ ഹൃദ്യമായൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് 3 കാര്യമാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം കീപ്പ് ചെയ്ത ഒരു സഹോദരനായിട്ട് എനിക്ക് അവസാനം വരെ കാണുവാനായിട്ട് കഴിയും. സ്നേഹത്തിന്റെ കൂടെയുള്ള ബന്ധത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ സമയത്തിന്റെ അതിക്രമം ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഏപ്രിൽ 4-ാം തീയതി, ഈ കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി എന്റെ മകളുടെ വിവാഹമാണ്. അത് അങ്കമാലിയിൽ വെച്ചാണ് നടക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ സഹോദരനോട് ഇങ്ങനെ അറിയിച്ചു, എനിക്കറിയാം കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയം, ഞാൻ ഈ സഹോദരൻ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഈ വിവാഹം വൈകിട്ട് 7:30 വൈകിട്ട് 5 മണിക്ക് തുടങ്ങി 7:30 അവസാനിക്കുന്ന ഒരു വിവാഹം. സഹോദരൻ അവിടെ നിന്ന് കുന്നക്കുടിയിലെല്ലാം വന്ന് ബസ്സിന് രാത്രിയില് അവിടെ വന്നു. രാത്രിയിൽ പ്രോബബ്ലി ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വന്ന് അങ്കമാലിയിൽ വന്ന് ഞങ്ങളോട് കൂടെ ആ കല്യാണത്തിന് കൂടുകയും ഞങ്ങൾ എല്ലാവരെയും കാണുകയും വളരെ സന്തോഷത്തിൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടുവാനായിട്ട് ഇടയായിട്ട്. മാത്രമല്ല അതിനുശേഷം ഞാൻ സഹോദരൻ പോരുത്, കഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ത്രോട്ട് അലൗ ചെയ്യില്ല, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഫുഡ് പോലും കഴിക്കാതെ സഹോദരൻ മടങ്ങിപ്പോയത് ഞാൻ ഓർക്കുകയാണ്. അത് ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ഈ ഏറ്റവും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കടന്നു വന്ന് ഈ കഴിഞ്ഞ മാസം, 1 മാസം മുമ്പ് കടന്നു വന്ന് അങ്ങനെ പോയത് ഓർമ്മയിൽ വരികയാണ്. മാത്രമല്ല നാം ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഓൺലൈനില് റാസൽ ഖൈമ അസംബ്ലിയാണ് ഈ ജീവന്റെ വഴി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം
തുടങ്ങുവാനായിട്ട് സുനിൽ ബ്രദറെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ടായിരുന്ന പ്രിയ സഹോദരനോട് കൂടി തുടങ്ങിയത്. ആ പ്രോഗ്രാം തുടങ്ങി ചില നാളുകൾക്ക് ശേഷം അതേ പ്രോഗ്രാമിലൂടെ ഒരാള് മാത്യുപോളിന്റെ അടുത്ത് എത്തുകയും അതേ സഹോദരൻ റാസൽ ഖൈമയിലെ അസംബ്ലിയിലേക്ക് ഒരു 1.5 വർഷക്കാലം ഇവിടെ കടന്നു വരികയും ഈ രീതിയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം അതൊരു വളരെ അനുഭവം, വളരെ വ്യത്യസ്തമായൊരു നിലയിൽ ആ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് എന്റെ ചിന്ത പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. യെശയ്യാപ്രവാചകൻ 55 8-9 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾക്ക് മേലെ ഉയർന്നിരിക്കുന്നു. അതുപോലെ ഇത്രമാത്രം പൂർണ്ണമായി ചിന്തിക്കുന്ന, നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള വലിയ ചിന്ത എന്റെ മനസ്സിലേക്കും കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം പ്രിയ സഹോദരന് ഏറ്റവും നല്ലത് ഒരു സ്ഥാനം നൽകി കൊടുത്തു. അതുപോലെ പ്രത്യേക കുന്നക്കുരുടി അസംബ്ലി പ്രിയ സഹോദരനോട് ഒരുമിച്ച് സഹനോട് ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം പ്രിയ സഹോദരൻ പറഞ്ഞും പ്രത്യേകിച്ച് ബ്രദറിനോട് സംസാരിച്ചപ്പോഴും നിങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി തരട്ടെ. പ്രത്യേക മാത്യുപോളിനോട് ബ്രദറിനോടുള്ള ബന്ധത്തിലും പ്രിയ സഹോദരനോടുള്ള ബന്ധത്തിലും നിങ്ങൾ ചെയ്ത വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ രീതിയിലുള്ള ശുശ്രൂഷകള് ദൈവത്തിന് മുൻപാകെ ചെയ്താൽ അതിന്റെ ഫലങ്ങള് എവിടെയാണ് എത്തിപ്പെടുക എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയില്ല. ഞങ്ങൾ വിചാരിക്കാത്തതുപോലെ ഈ പ്രിയ സഹോദരൻ ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടതുപോലെ ദൈവം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന് പറഞ്ഞ പോലെ എറിഞ്ഞാൽ അത് തിരിച്ചു വരും. ദൈവത്തിന്റെ ഒരിക്കലും വൃതാവായി പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ ദൈവത്തെ നാം മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറെ നാം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ലഭിച്ച ഈ സമയത്തിനായിട്ട് റാസൽ ഖൈമ അസംബ്ലിയോടുള്ള കുന്നക്കുരുടി അസംബ്ലിയോട് പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ റാസൽ ഖൈമ അസംബ്ലിയെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ബിജു. കേൾപ്പിച്ച തന്നോടുള്ള ബന്ധത്തുള്ള കാര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. സമയം നമ്മൾ പാലിക്കേണ്ട ആവശ്യമുണ്ട്. 3 മിനിറ്റാണ് ഇനിയുള്ളവർക്കായിട്ട് നൽകുന്നത്. കുന്നക്കുരുടി സഭയിലെ സുവിശേഷകൻ സഹോദരൻ CP ബേബി 3 മിനിറ്റ് നേരം തന്നെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയും. ഓവർ ടു CP ബേബി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ബെനീസോറിനെ കുറിച്ച് നമ്മൾ വിശദമായ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ബന്ധത്തിലാണ് അദ്ദേഹം കുന്നക്കുരുടിയായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയായത്. തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യോഗത്തിന് കൊണ്ടുവരിക, ആരാധനയ്ക്ക്, അതുപോലെ ആശുപത്രിയിൽ, ഇതിനെല്ലാം ആ ബ്രദർ തന്നെയാണ് എല്ലാം ചെയ്യാനായിട്ട് ഇടയായത്. രൂപോസ് അതിനായിട്ട് പ്രാപ്തനാകുന്നവരെയും അദ്ദേഹം ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തന്നെയല്ല, ഒരിക്കൽ മാത്യുപോൾ അങ്കിളിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്തോ വഴക്കായിരിക്കും എന്നാ വിചാരിച്ചു. ബെനഡിക്ട് ബ്രദർ ബൈബിളിലെ കാര്യങ്ങൾ മാത്യുപോൾ സഹോദരനായിട്ട് ചർച്ച ചെയ്യുന്നതായ നില എനിക്ക് കാണാനായിട്ട് കഴിയും. കുന്നക്കുരുടിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ സഹോദരന്മാർ മാത്രമായിട്ട് ചുരുക്കം പേരായിട്ട് ഹോളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുന്ന അവസരത്തിൽ മിക്കവാറും പ്രിയ സഹോദരൻ വരികയും സഹകരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളും JCB മുതലായതെല്ലാം വലിയ ഉപകരണങ്ങളും ചെറുതൊക്കെ മെക്കാനിക് ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനും പറഞ്ഞു, ഒരു ബാറ്റ് നന്നാക്കാനുണ്ടല്ലോ, അത് നന്നാക്കാൻ പറ്റുമെന്ന് പോവാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എമർജൻസി ഉണ്ടായിരുന്നു, അതും അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം നന്നാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിന് അത് നന്നാക്കി തരാൻ പറ്റാതെ അദ്ദേഹം വിദേശത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പുതിയൊരു ബാറ്റും എമർജൻസി ഒക്കെ അയച്ചു തരാനായിട്ടിടെ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആ ബാറ്റ് ഒരു പ്രത്യേക നിലയിലാണ്. ചാർജ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചാൽ കൊതുക് അതിലേക്ക് വന്ന് പെടുവാനായിട്ടിടയായി. ഇദ്ദേഹം
പല നിലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരനാണെങ്കിലും കുന്നുക്കുടിയിൽ വരുന്ന സമയങ്ങളിലൊന്നും തൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ആരെയും അറിയിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു സഹോദരനായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. മാത്യു പോൾ ബ്രദറിനോടുള്ള ബന്ധത്തിൽ ഒരിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകേണ്ടായ ആവശ്യം വന്നു. അച്ചായനാണെങ്കിൽ സമ്മതിക്കുകയില്ല. അപ്പോൾ സഹോദരന്മാർക്ക് മെസ്സേജ് അദ്ദേഹം വാട്സപ്പിൽ കൊടുക്കാനായിട്ടിടയായി. അച്ചായനെ ബലമായിട്ടെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെ അദ്ദേഹത്തെ തിരുവല്ലയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ആ ഉണ്ടായ പ്രശ്നം, പൊള്ളിപ്പോയതായ ആ ഭാഗങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് നന്നാക്കാനുള്ള സൗകര്യം ഉണ്ടായി. ഇതിലൊക്കെയും താൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അപാകത വരുത്തിയതായ പ്രിയപ്പെട്ടവനുള്ള ബന്ധത്തിൽ ട്രീറ്റ്മെന്റ് പൈസ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണമെന്ന് ബെനഡിക്ട് ബ്രദർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഒരു സഹോദര സ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. തൻ്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തത വരുവാനായിട്ട് ഇടയായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ചികിത്സയോടുള്ള ബന്ധത്തിൽ കുന്നുക്കുടി സഭയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോട് ഒരുമിച്ചും എനിക്കും കടന്നുപോയി പ്രിയപ്പെട്ടവനെ പലപ്പോഴും കാണുവാനും കൂട്ടായ്മ കൊടുക്കാനൊക്കെയുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല സഹോദരന്മാർക്കും കടന്നു പോകുവാനും സഹായിക്കാനും പ്രാർത്ഥിക്കാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്പം ആശ്വാസവും കിട്ടിയപ്പോൾ 1-2 പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ കുന്നുക്കുടിയിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഈ ഇത്രയും സഹകരണങ്ങളൊക്കെ കുന്നുക്കുടി സഭയായിട്ടും മറ്റു പലരുമായിട്ട് ചെയ്യാനായിട്ടൊക്കെ ഇടയായി തീർന്നെങ്കിലും തൻ്റെ ഭവനത്തിൽ വേണ്ട നിലയിലുള്ള ഒരു ശുശ്രൂഷ വിശ്വാസികൾ എന്ന നിലയിൽ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. അത് പോയവർക്കൊക്കെ ഒരു ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടായി. ഇത് ഞങ്ങൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോരുവാനായിട്ടിടയായി. എന്നാൽ തന്നെയും തൻ്റെ സഹോദരിമാര് വിശ്വാസികളായ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും കണ്ടു മനസ്സിലാക്കി ദൈവകൃപയിലേക്ക് വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ദൈവം ഇത്രത്തോളമാണ് അനുവദിച്ചത് എന്താണെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല. അതുകൊണ്ട് തൻ്റെ നല്ല മാതൃകകൾ, വചന പഠനം, പ്രാർത്ഥന, അതുപോലെ തൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റാരെയും അറിയിക്കാതെ അറിഞ്ഞ് ചെയ്യുന്നതിൽ മാത്രം തൃപ്തിപ്പെട്ട് ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചതുപോലെ നമുക്കും നല്ലൊരു മാതൃകയുള്ള ജീവിതം നയിപ്പാൻ വലിയനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ കുടുംബത്തെ പ്രത്യേകം നാം ഓർക്കാനായിട്ട് ആവശ്യമുണ്ട്. ദൈവനാമം മഹത്വം. താങ്ക് യു ബ്രദർ ദേവിചേട്ടൻ. അടുത്തതായിട്ട് സൊഹാർ അസംബ്ലിയിലുള്ള ജെറോൺ ജോസ് ഫ്രം സൊഹാർ അസംബ്ലി. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത പ്രിയ കുന്നുക്കുരുടി ബ്രദറൻ ചർച്ച് അംഗങ്ങളെയും പ്രിയ ഉത്തരവാദിത്തപ്പെട്ടവരെയും വളരെ ദൈവനാമത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ബ്രദർ ജിമ്മി കാര്യങ്ങളെല്ലാം ചുരുക്കമായി പറഞ്ഞു. അത് തന്നെയാണ് സൊഹാർ അസംബ്ലിയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും പ്രിയ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയ അല്ലെങ്കിൽ ദൈവഭവനത്തിൽ വിശ്രമിക്കുന്ന പ്രിയ ബെനഡിക്ട് ബ്രദറിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കുമ്പോഴും അതിൽ മുന്തി നിന്ന ഒരു വിഷയം തൻ്റെ എല്ലാ ഭൗമികമായ പോരായ്മകളിലും ലിമിറ്റേഷനുകളിലും തനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും അത് അനുഭവിക്കുന്ന മറ്റുള്ളവർ ആത്മീയമായി തന്നിൽ നിന്ന് ഗ്രഹിക്കുകയും തന്നിൽ നിന്ന് എൻകറേജ് ചെയ്തതുമായ വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. അത് തന്നെയാണ് എനിക്കും സൊഹാർ അസംബ്ലിയുള്ള ബന്ധത്തിൽ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ സാക്ഷീകരിക്കാനുള്ളത്. പ്രിയ സഹോദരൻ്റെ ഏറ്റവും വലിയ വിഷമം പലപ്പോഴും തനിക്ക് മീറ്റിങ്ങിന് കടന്നു വരാൻ കഴിയുന്നില്ല, സഹോദരങ്ങളുമായിട്ടുള്ള ഫെലോഷിപ്പിന് കഴിയുന്നില്ല എന്നത് തന്നെയായിരുന്നു. അത് തന്നെ തൻ്റെ ആത്മീക കാഴ്ചപ്പാടിനെയും താൻ എത്രത്തോളം ദൈവമക്കളെയും ദൈവത്തെ സ്നേഹിച്ചിരുന്നു
എന്നത് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ 3-4 മെസ്സേജസ് താൻ അയച്ചിരുന്ന മെസ്സേജസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ജിമ്മി ഷെയർ ചെയ്യുകയും അത് ഞാൻ കേൾക്കുകയായിരുന്നു. തന്റെ ഓരോ മെസ്സേജുകളിലും പറയും ദൈവകൃപയാൽ, ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ഞാൻ ക്ഷമമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. തന്റെ ആരോഗ്യം ക്ഷീണിക്കുമ്പോഴും അവസാന മെസ്സേജുകളൊക്കെയും അത് തന്നെയാണ് തനിക്ക് പറയാൻ. ആകയാൽ ഈ തന്നെ ഇവിടെ ഓർക്കുവാനും ഈ നിലയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും ഇടയാക്കിയ ഈ പ്ലാറ്റ്ഫോമിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഞങ്ങളെ മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസങ്ങൾ ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ള ഒരു ആശ്വസിപ്പാൻ ശക്തരാകേണ്ടത് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാനും പ്രിയ സഹോദരന്റെ സാക്ഷ്യത്തിൽ ജീവനോടെ ഇരിക്കുമ്പോൾ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ ഇന്നും ജീവിക്കുന്നു, നിത്യതയോളം ജീവിക്കുന്നു, പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. തന്റെ സാക്ഷ്യമൊക്കെയും നമ്മെ വളരെ ആത്മീകമായി ദൃഢപ്പെടുത്തുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ സംഹരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളെടുക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. നമുക്ക് ഈ പ്രിയ സഹോദരനെ കാണുവാൻ കഴിയും. നമ്മൾ കാണും. അവിടെ നാം തന്റെ ദൈവമുമ്പാകെ താൻ എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നതിന്റെ താൻ അനുഭവിക്കുന്ന പ്രതിഫലം കണ്ട് നമ്മൾ ഇന്ന് ഓർക്കുന്നതിന്റെ പൂർണ്ണത അന്ന് നമുക്ക് നേരിൽ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ കുന്നുകൂടി അസംബ്ലിയിലുള്ള എല്ലാ പ്രിയ ദൈവമക്കളോടും ഞങ്ങളുടെ സൗഹാർദ്ദമുള്ള ബന്ധത്തിലുള്ള സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ജെറോൺ. അടുത്തത് മാത്യൂസ് ഫ്രം UAE. മാത്യൂസ് ഉണ്ടോ? ഓക്കെ. തുടർന്ന് കുന്നക്കുരുടി സഭയിലെ സഹോദരൻ തോമസ് നമ്മോട് തന്നോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും കടന്നുപോവുകയൊക്കെ ചെയ്ത പ്രിയ ദേവദാസൻ എന്ന് തന്നെ കുറിച്ചുള്ള ചില കാര്യം നമുക്ക് കേൾക്കാം. ഓവർ ടു ബ്രദർ തോമസ്. ഹലോ തോമസ് ഓരാ? ഓക്കെ, അവിടെ എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് കരുതുന്നു. നമുക്ക് പിന്നീട് തന്നിലേക്ക് വരാം. ഇപ്പോൾ ഗെയ്സൺ ജോഷുവ തന്നെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നതായിരിക്കും. ഓവർ ടു ഗെയ്സൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ബെനറ്റ്സ് എന്ന് ഓർക്കുവാൻ ചില നിമിഷങ്ങൾ എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ധാരാളം ഓർമ്മകൾ ചെറിയ ഒരു കാലഘട്ടം കൊണ്ട് സമ്മാനിച്ചിട്ടാണ് പ്രിയ ദേവദാസൻ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. വളരെ ഹൃദ്യമായ ആത്മീയ ബന്ധം സൂക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. മണ്ണൂരിൽ ചില നാളുകൾ പ്രിയ ദേവദാസന് താമസിക്കുവാൻ ദൈവം ഒരു സാവകാശം ഒരുക്കി. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ ധാരാളം വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ നിർത്തുന്നതാണ്. സാമ്പത്തിക മേഖലയിൽ താൻ വലിയ വിശ്വസ്തനായിരുന്നു. താൻ രോഗം ബാധിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ പല സഹോദരന്മാരും സാമ്പത്തികമായി വിഷയം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ
പ്രാരംഭകാല നാളുകളിൽ എന്നോട് ആ ദേവദാസൻ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ട്, അതുകൊണ്ട് ആരോടും ഇപ്പോൾ പൈസ വേണ്ട എന്നുള്ളത് വ്യക്തമായി പറയുവാൻ ഇടയായിത്തീർന്നു. സാമ്പത്തിക മേഖലയിൽ താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർക്കുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, പ്രിയ ബിജു അച്ഛൻ ഓർപ്പിച്ചതുപോലെ വളരെ രോഗത്തിന്റെ പ്രയാസവേളയിൽ ആ വിവാഹത്തിന് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അല്പം പോലും ഭക്ഷണം കഴിക്കുവാൻ തനിക്കാകുമായിരുന്നില്ല. എങ്കിലും താൻ പറഞ്ഞ ഒരു വാചകം എന്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുവാൻ, തന്നോട് അടുപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് ഇങ്ങനെയാണ്: ഞാൻ ബ്രദറെ നന്ദിയുള്ളവനായി ജീവിക്കണം. ഞാൻ ഒത്തിരി നന്മകൾ അനുഭവിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കടന്നു വരാതിരിക്കാൻ കഴിയുകയില്ല. ആ നന്ദി ഉള്ള ഹൃദയത്തോടുകൂടെ താൻ ജീവിച്ച മനുഷ്യനായിരുന്നു. മാത്രമല്ല, ഞാൻ പല വട്ടം പ്രിയ ദേവദാസനെ കാണുവാൻ, പല സഹോദരന്മാരുമായി കടന്നു പോകുവാൻ ദൈവം സാവകാശം നൽകി. ഒരിക്കൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രിയ ദേവദാസന്റെ സഹോദരി പെങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ രാവിലെ മുതൽ എൻ്റെ പെങ്ങളോട് സുവിശേഷം പറയുകയായിരുന്നു. അവൾക്കത് വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രദറും കൂടെ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 1/4 മണിക്കൂറോളം അവിടെ ഇരുന്ന് ആ സഹോദരിയോട് സുവിശേഷം പങ്കുവെച്ചത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ടോ, അവരുടെ ബന്ധുമിത്രാദികളിൽ ആരോടെങ്കിലും ഒരു വാക്ക് സുവിശേഷമായി പറയാതെ ഞാൻ പോന്നിട്ടില്ല. കാരണം തന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവരും ഈ കർത്താവിനെ അറിയണം എന്നുള്ളത്. തന്റെ രോഗക്കിടക്കയിലും അത് ആവർത്തിച്ച് പറയുവാനിടയായിത്തീർന്നു. മാത്രമല്ല, നാം അവിടെ ചെന്ന് കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ നമ്മെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പ്രകടമാക്കുമായിരുന്നു. ആ ബ്രദർ ഇത്രയും ദൂരം കടന്നു വന്നോ എന്നുള്ള ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുള്ള നോട്ടവും സംസാരവും നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുമായിരുന്നു. ഏത് കഷ്ടതയുടെയും സങ്കടത്തിന്റെയും ഉപദ്രവത്തിന്റെയും പട്ടിണിയുടെയും നടുവിൽ യാതൊരു നിരാശയുടെ വാക്കും പറയാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അദ്ദേഹം ഒരു ജയാളിയായിരുന്നു. മനോഹരമായ ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കാൻ കഴിയുന്നതല്ല. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കഷ്ടത, സങ്കടം, ഏകാന്തത, ഒറ്റപ്പെടുത്തൽ, പരിഹാസം, നിന്ന ഇവയെല്ലാം വന്നപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിയാതെ നിൽക്കുവാൻ പ്രിയ ദൈവമകന് ദൈവം ഭാഗ്യം നൽകി. ആ അർത്ഥത്തിൽ ലോകപ്രകാരം ഒരു പരാജിതരായിരിക്കാം, പക്ഷെ ദൈവമുമ്പാകെ ഒരു ജയാളിയുടെ ജീവിതമാണ് ദൈവദാസനെ നയിക്കാൻ ഇടയായി തീർന്നത്. അത് ആ വിശ്വാസം അനുകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഇങ്ങനൊരു അവസരം നൽകിയ ദൈവസഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ഗെയ്സൺ. ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിച്ച VM ജോൺ സഹോദരൻ താൻ ഈ സമയത്ത് യാത്രയിലാകും എന്നുള്ളത് കൊണ്ട് താൻ എനിക്ക് പറയേണ്ട മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് തനിക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് വായിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. 2021 സെപ്റ്റംബർ 21-നാണ് ക്യാൻസർ രോഗികളുടെ ഒരു പ്രയർ ഗ്രൂപ്പ് ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചത്. എനിക്കുണ്ടായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഇതിന് നിമിത്തമായത്. ഇന്ന് എനിക്ക് ക്യാൻസറിന്റെ പ്രയാസങ്ങളില്ല, ചികിത്സയുമില്ല. കർത്താവിന് പ്രകാരം പ്രസാദം തോന്നി. കർത്താവിന് സ്തോത്രം. ലോക വ്യാപകമായുള്ള വേർപാട് വിശ്വാസികളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 90-ന് മേൽ പ്രായമുള്ളവർ വരെ ഈ ഗ്രൂപ്പിലുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വൈകിട്ട് സൂമിലൂടെ ഒരു പ്രാർത്ഥനാ യോഗം നടന്നു വരുന്നു. 146 സഹോദര സഹോദരിമാർ നിലവിൽ ഈ ഗ്രൂപ്പിലുണ്ട്. 2023 സെപ്റ്റംബർ മാസം 25-നാണ് ഈ ഗ്രൂപ്പിലുള്ള പ്രിയ സഹോദരി ബെറ്റ്സി ജോൺസൺ സഹോദരൻ ബെനഡിക്ട് ബേസിൽ സഹോദരനെ കുറിച്ച് ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് അയക്കുന്നത്. അതിൽ സഹോദരന്റെ ജീവിത അനുഭവങ്ങളും ക്യാൻസർ രോഗവിവരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പ്രിയ സഹോദരന്റെ പേരും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുവാൻ ഇടയാകുകയും പ്രാർത്ഥനയിൽ ഓർക്കുവാൻ സാധിക്കുകയും ചെയ്തു.
പ്രിയ സഹോദരന് സർജറിക്ക് ആവശ്യമായി വന്ന ഭീമമായ തുകയിൽ ഒരു ഭാഗം ക്രമീകരിച്ചു കൊടുക്കുവാനും കർത്താവ് ഇടയാക്കി. പിന്നീടും സന്ദർഭാനുസരണം മറ്റു പലരെയും സഹോദരനെ പരിചയപ്പെടുത്തുവാനും സാമ്പത്തികമായി സഹായിക്കുവാനും കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പ്രിയ സഹോദരനും സൂം പ്രാർത്ഥനയിൽ വീഡിയോയിൽ വരുവാനും തന്റെ സാക്ഷ്യം പറയുവാനും ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1-2 പ്രാവശ്യങ്ങൾ ഫോണിലൂടെ എന്നെ വിളിക്കുകയും ഞാൻ സഹോദരനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരിൽ ജീവനോടെ കാണുവാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു. ഇതനുസരിച്ച് ഈ മാസം 7-ന് എനിക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തരുവാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. എന്നാൽ കടുത്ത ജലദോഷവും ചുമയും കാരണം എനിക്ക് യാത്ര ചെയ്ത് സഹോദരനെ കാണുവാൻ സാധിച്ചില്ല. അസുഖം മാറിയതിനു ശേഷം ചങ്ങനാശ്ശേരിക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട ഒരു വിയോഗ വിവരം കുന്നക്കുടിയിൽ നിന്നും സഹോദരൻ ജോൺസൺ എന്നെ അറിയിക്കുന്നത്. എനിക്ക് ജീവനോടെ കാണുവാൻ സാധിക്കാഞ്ഞതിലുള്ള വിഷമം ഉണ്ട് എങ്കിലും കൂടുതൽ കിടന്ന് വലഞ്ഞു പോകാതെ കർശനയിൽ ചേർക്കപ്പെട്ടതിലുള്ള സന്തോഷം എനിക്കുണ്ട്. വളരെ പ്രതികൂലമായ കുടുംബ സാഹചര്യങ്ങളും ക്യാൻസർ രോഗവും സഹോദരനെ ബാധിച്ചിരുന്നുവെങ്കിലും അതിശയകരമായ വിശ്വാസവും പ്രത്യാശയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ പോയി സഹോദരനെ മൃതശരീരം കണ്ട് പോരുവാനിടയായി. കുന്നക്കുടി സഭയിൽ നിന്നും നല്ലൊരു കൂട്ടം വിശ്വാസികൾ എത്തിയതും വളരെ സന്തോഷമായി, സാക്ഷ്യമായി. ബെനഡിക്ട് ബേസിൽ സഹോദരനുമായി ബന്ധപ്പെട്ട എല്ലാവരും ജീവനുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുറഞ്ഞ നാളുകൾ കൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച പ്രിയ ബെനഡിക്ട് സഹോദരനെ പരിചയപ്പെടുത്തിയ സഹോദരി ബെറ്റ്സിക്കും സഹോദരൻ ജോൺസണും എനിക്കുള്ള നന്ദിയെ ഇത്തരുണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് പ്രിയ സഹോദരൻ തോമസ്, കുന്നുകുടിയിലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ തോമസ് നമ്മോട് തന്റെ അനുഭവങ്ങൾ പറയുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യം പെട്ടെന്ന് ദൈവം ഒരുക്കി, അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരനായിട്ട് ബന്ധപ്പെട്ട കാലം മുതൽ അവസാനം നിൽക്കുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചു. എന്തെല്ലാം പ്രയാസഘട്ടങ്ങളിലും ദുഃഖങ്ങളിലും കടന്നുപോയപ്പോഴെല്ലാം പരസ്പരം ഞങ്ങളങ്ങോട്ട് വിവരങ്ങൾ കൈമാറുവാനും അടിയന്റെ ഭവനത്തിൽ വന്ന് ഈ കൊറോണ കാലത്തുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് എല്ലാവരും സൂമിലൂടെ ആരാധിച്ചപ്പോഴും ഞങ്ങൾ വീട്ടിൽ വന്ന് ആരാധിച്ച് കഞ്ഞി കുടിച്ച് പിരിയുന്ന ആ സഹോദരനെ ഒരിക്കലും മറക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാര്യങ്ങളെല്ലാം സാം സഹോദരൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിലേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഒരു ദുഃഖം മാത്രം ബാക്കി വെച്ചാണ് സഹോദരൻ കടന്നുപോയത്. ഇങ്ങനെ ഒരു സഹോദരനെ നല്ല രീതിയിൽ യാത്ര അയക്കുവാനായിട്ട് നമ്മൾക്ക് ആർക്കും സാധിച്ചില്ല. അത് സഹോദരനിൽ വന്ന ഒരു ചെറിയ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ നമ്മളുടെ സഭയോടുള്ള ബന്ധത്തിലും വീട്ടുകാരോടുള്ള ബന്ധത്തിലും ഞങ്ങളെ കൂട്ടിയിരുത്തി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ശേഷക്രിയ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് അടിയൻ വിശ്വസിക്കുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസവും വരെ അടിയൻ കൂടെ ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും അന്ന് അതായത് 9:45 സഹോദരൻ ഞങ്ങൾ സഭയിലേക്ക് കടന്നു പോകുവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് വാർത്ത അറിയുന്നത്. അത് നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചു. എങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, കാരണം കുന്നുകുടി സഭയ്ക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സഹോദരനെ നല്ല രീതിയിൽ യാത്ര ചെയ്യിക്കുവാനായിട്ട്. അതിന്റെ പ്രശ്നങ്ങളോ ഭാരങ്ങളോ ഒന്നുമല്ലായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നെങ്കിൽ എല്ലാ സഹോദരന്മാർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സാധിച്ചില്ല. ആ ദുഃഖം അടിയനെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സഹോദരനെ നമ്മൾക്ക് നല്ല രീതിയിൽ ഒന്ന് യാത്രയാക്കുവാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചത് പോലും വളരെ വിഷമിച്ചാണ്. ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി ഇത്ര നല്ല സാക്ഷി ജീവിതത്തിന്റെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും കർത്താവിനെ കണ്ട ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേർപെട്ട എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബം മാത്രമേ വേർപെട്ടിട്ടുള്ളൂ എങ്കിലും എന്നെപ്പോലെ എന്നെ ആണല്ലോ ഈ സഹോദരനും. വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റയ്ക്കായിട്ട് ജീവിക്കേണ്ടി വന്ന, ഒന്നും ശേഷിക്കാതെ ഒന്നും ബാക്കി വയ്ക്കാതെ സകലതും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് യാത്രയായി. നമുക്ക് ഈ സഹോദരന്റെ ജീവിതം നമ്മൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ
പിന്നെ വേറൊരു വിശേഷത ഉള്ളത്, ഞാൻ സഹോദരനായിട്ട് പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട് ഈ രോഗസമയം മുതൽ. കാരണം കേരളത്തിൽ വന്ന് ആദ്യം ഡോക്ടറെ അടുത്ത് പോകുന്നതും പെറ്റ് സ്കാൻ എടുക്കാനായിട്ട് പോകുന്നതും ഒക്കെ ഞാനാണ് കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് സമയത്ത് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അവര് പെറ്റ് സ്കാനായിട്ട് എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ബാക്ക് നിൽക്കുകയാണ് ഞാൻ. ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ മോനെ ഞാൻ ഏൽപ്പിച്ചു, മോനെ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, എൻ്റെ മോൻ എത്രയും പെട്ടെന്ന് എവിടെയാണെങ്കിലും ഈ സഹോദരൻ്റെ അടുത്ത് ചെല്ലണം, പുള്ളിയുടെ നമ്പർ ആയിട്ടുണ്ട് പെറ്റ് സ്കാൻ എടുക്കാനായിട്ട്. അവനും ഈ ബുദ്ധിമുട്ടും ഭാരവും, അവൻ ജോലിയുടെ തിരക്കിൽ പോലും എറണാകുളത്തുനിന്ന് അവൻ യാത്ര ചെയ്ത് സഹോദരൻ്റെ അടുത്ത് ചെന്ന് ആ പെറ്റ് സ്കാൻ എടുക്കുവാനായിട്ട് സഹായിച്ചു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. പക്ഷേ ഈ രോഗം എന്തെന്ന്, എവിടെയായിരുന്നു എന്നും, ഇങ്ങനെ ഈ 4th സ്റ്റേജിലായിരുന്നു എന്നുള്ള വിവരം മരിച്ച അന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഈ ഒരു ഡോക്ടറോ അതിനോട് ബന്ധപ്പെട്ട ആരോ ഇത് അറിയിച്ചില്ല. അറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചികിത്സ ചെയ്യേണ്ടിയിരുന്നില്ല. കുറച്ച് നാൾ കൂടി നമ്മൾക്ക് ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എൻ്റെ മാത്രം വിശ്വാസമാണ്. ദൈവം ഈ ആ സഹോദരനെ മുന്നിൽ കണ്ടുകൊണ്ട് അതേപോലുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. താങ്ക് യു തോമസ് ഓര. ഒരുപാട് പേർക്ക് ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്ന് എനിക്കറിയാം. താന് തൻ്റെ കൂട്ടു സഹോദരങ്ങളോടുള്ള തൻ്റെ സ്നേഹം അത് വളരെ വിവരണാതീതമാണ്. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, താൻ അവസാനമായിട്ട് കുന്നക്കുരുടിയിൽ മീറ്റിങ്ങിന് വന്ന ആ ഞായറാഴ്ച തൻ്റെ കയ്യിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങളുണ്ട്. ഞാൻ ഗൾഫിൽ ഒത്തിരി നാൾ ഉണ്ടായിരുന്ന ആളാണെങ്കിലും അത്രയും നല്ല ഉപകരണങ്ങൾ ഞാൻ വേറെ ആരും കൈ കണ്ടിട്ടില്ല. താനത് തൻ്റെ പണിക്ക് ഉപയുക്തമായ കാര്യങ്ങളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഈ അവസാനം വന്ന അന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിലെ ആരാധന കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ, ബ്രദറെ സുഖമായിട്ട് വന്നിട്ട് വേണം, ഞങ്ങളുടെ ഒരു വാഷിംഗ് മെഷീൻ അതൊന്ന് ഒരെണ്ണം സ്പെയർ ഉള്ളതാണ്, അത് കേടായിരിക്കുകയായിരുന്നു, ഒന്ന് നന്നാക്കിയോ കൊള്ളാം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നേരം കണ്ട് താൻ ഇറങ്ങിപ്പോയി കാറിൽ നിന്ന് ആ സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇത് അഴിച്ചു. തന്നാൽ കഴിവിതൊക്കെ അവിടെ വെച്ച് തന്നെ ശരിയാക്കാനായിട്ട് നോക്കി, ശരിയായില്ല. എന്നിട്ട് താൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിതിൻ്റെ ഈ ബോർഡ് അഴിച്ചുകൊണ്ട് പോവാണ്. അവസാനം താൻ പോയപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ ബോർഡ് അഴിച്ചുകൊണ്ടാണ് പോയത്. അത് ഞാൻ അവിടെ വീട്ടിൽ ഇരുന്ന് ശരിയാക്കിയിട്ട് പിന്നീട് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ പോയെ. പക്ഷേ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, തനിക്ക് തൻ്റെ കൂട്ടു സഹോദരന്മാരുടെ ആവശ്യങ്ങളിൽ അതെങ്ങനെ നിവർത്തിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം. കൂടാതെ ഗെയ്സം പറഞ്ഞല്ലോ, താനൊരു സാമ്പത്തികമായ ഹി കെപ്റ്റ് ഹോളിനെസ് ഇൻ ഫിനാൻസ് മാറ്റേഴ്സ്, സാമ്പത്തികമായ വിശുദ്ധി പാലിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നു. അനേക ദൈവമക്കൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഞാനൊരിക്കൽ തന്നോട് ചോദിച്ചു, ബ്രദറെ പല കാര്യങ്ങൾക്ക് പൈസ ചെലവുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. താൻ പറഞ്ഞു, ബ്രദറെ ഇപ്പോൾ ആവശ്യത്തിന് എൻ്റെ കയ്യിലുണ്ട്, പൈസ ഒന്നും ഇപ്പം അയക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിലക്കി അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണ്, ഒരിക്കലും മറ്റുള്ളവരുടെ സഹായം അങ്ങനെ സ്വീകരിക്കാനായിട്ട് തനിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ തൻ്റെ ആ ആവശ്യങ്ങളിൽ അത് നിറവേറപ്പെടാനായിട്ട് താൻ അതിന് സമ്മതിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കാര്യം പ്രിയ സാംപോളും പറയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അടുത്തതായിട്ട് പ്രിയ ജോൺ പോൾ പുരവത്ത്, താന് ഈ ചികിത്സാ ഘട്ടങ്ങളിൽ തന്നെ ഗൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഓവർ ടു ജോൺ പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ബെനഡിക്ട് ബ്രദറിനെ അടുത്ത് പരിചയപ്പെടുവാനും സംസാരിക്കുവാനും ഇടയായത് ഈ രോഗപ്രയാസത്തോടുള്ള ബന്ധത്തിൽ ഈ അടുത്ത കാലത്താണ്. എന്നാൽ ആ സഹോദരന്റെ സംസാരത്തിലും രോഗത്തോടുള്ള മനോഭാവത്തിലും ആ സമയങ്ങളിൽ സൂക്ഷിച്ച ആത്മീയമായ സന്തോഷവും പലപ്പോഴും കാലങ്ങൾ ഒരുപാട് ദൈവത്തോട് കൂടെ നടന്ന ഒരാളിൽ കാണുന്ന പോലെയുള്ള രീതികളാണ് പലപ്പോഴും കാണുവാനിടയായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ഞാൻ ഇരുന്ന് വാട്സപ്പ് ചാറ്റിലെടുത്ത് സഹോദരൻ അയച്ച വോയിസുകളൊക്കെ ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യുവാനിടയായി. ആ സംസാരങ്ങളിലൊക്കെ വലിയ വേദനയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ആ വേദനയിൽ അദ്ദേഹം ആത്മീയമായി വളരെ സന്തോഷത്തോടെ ആയിരുന്നു എന്നുള്ളത് വളരെ അമ്പരിപ്പിക്കുവാനിടയായിട്ട് ക്രൈസ്തലോട് പറഞ്ഞാണ് പലപ്പോഴും സംസാരം ആരംഭിക്കുക. ഫോൺ വിളിക്കുമ്പോഴും
അങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മരിക്കുന്നതിന് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരുമിച്ചുള്ള ചില സഹോദരന്മാരോടൊത്തുള്ള പ്രാർത്ഥനയിലുള്ള വീഡിയോ കോളുകളിൽ എപ്പോഴും വളരെ ആത്മീക സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ടവനായിരുന്നത്. ആ വീഡിയോ കോളിൽ പലവട്ടം അദ്ദേഹം കണ്ണു തുടയ്ക്കുവാനിടയായിട്ട്, അത് ഒരു പ്രാവശ്യം പോലും രോഗത്തെക്കുറിച്ച് പറയുമ്പോഴോ വേദനയെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നുമല്ല, സഹവിശ്വാസികളും സഹോദരന്മാരും തന്നോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വേളകളിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദമിടറിയതും കണ്ണുകൾ നിറഞ്ഞതും. വളരെ നന്ദി നിറഞ്ഞ മനസ്സോടെയാണ് കടുത്ത വേദനയുടെ നിമിഷങ്ങളിലും അദ്ദേഹം ആയിരുന്നത്. അത് ദൈവത്തെ അറിഞ്ഞവർക്ക്, ദൈവത്തെ ശരണമാക്കിയവർക്ക് മാത്രമാണല്ലോ അത് കഴിയുകയുള്ളൂ. പരിഭവമോ പരാതിയോ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ആ രോഗത്തിന്റെയും വേദനയുടെയും നിമിഷങ്ങളിലൂടെയും അദ്ദേഹം പോകുവാനിടയായത്. ഈ രോഗം, അതിന്റെ ചികിത്സ, ആ വഴികൾ വളരെ ബുദ്ധിമുട്ടേറിയ വഴികളാണ്. പലപ്പോഴും സഹോദരൻ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. ആഹാരം കഴിക്കാൻ കഴിയില്ല, ട്യൂബ് ഇട്ടിരിക്കുകയാണ്, പല നിലയിലുള്ള അസ്വസ്ഥതകൾ. നമുക്ക് സാധാരണ പല രോഗികൾക്കും മാനസിക നില തന്നെ തകരാറിലാകുന്ന, വല്ലാത്ത വിഷമത്തിലേക്കും മാനസിക തകർച്ചയിലേക്കും വരെ പോകാൻ തക്കതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവനായിരുന്നത്. എന്നാൽ അപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ അതിനെ നേരിട്ടത് ഒരുപാട് ദൈവമക്കൾക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. പ്രിയ ദൈവദാസൻ ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തെ കാണാൻ പ്രിയപ്പെട്ടവന് കഴിഞ്ഞിരുന്നു, ആ അടുപ്പം അറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ കാഠിന്യം വളരെ വലുതായിരുന്നുവെങ്കിലും അതിനേക്കാൾ വലുതായിരുന്നു ദൈവത്തിൽ പ്രിയപ്പെട്ടവൻ കണ്ട ശരണവും ആശ്രയവും. ഈ മരണവാർത്ത വളരെ പെട്ടെന്ന് ഞായറാഴ്ച രാവിലെ അറിയുവാനിടയായി തീർന്നപ്പോൾ മരണത്തിന്റെ വേർപാട് വേദനാജനകമാണെങ്കിലും അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് ഇങ്ങനെയാണ്: ലോകത്തിൽ തനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നവർ, തൻ്റെ മകളെ പോലും അവസാന നിമിഷം പോലും കാണാൻ കഴിയാതെയാണ് പ്രിയപ്പെട്ടവൻ യാത്ര തിരിക്കുവാനിടയായിരുന്നത്. എന്നാൽ ഏറെ പ്രിയപ്പെട്ടവർ തള്ളിക്കളഞ്ഞപ്പോഴും തനിക്ക് ഏറ്റവും പ്രിയമുള്ള തൻ്റെ സ്വർഗീയ പിതാവ് ആ സ്നേഹഭവനത്തിലേക്ക് വേഗം ചേർക്കുകയായിരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസൻ തൻ്റെ രോഗവേളകളിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ദൈവസമാധാനം അത് വളരെ മാതൃകാപരമാണ്. ക്രിസ്തുവിൽ നമുക്കെല്ലാവർക്കും അത് ലഭ്യവുമാണല്ലോ. അത് നമുക്ക് ഏവർക്കും അനുഭവമാകുവാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സാവകാശം നൽകിയ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ജോൺ. പ്രിയ ബെനഡിക്ട് സഹോദരന്റെ അയൽവാസിയായ ഒരു പ്രിയപ്പെട്ടവൻ നമ്മോടൊപ്പമുണ്ട്, ബ്രദർ ബോബി. ഒരു 3 മിനിറ്റ് സമയം തനിക്ക് തന്നെ കുറിച്ച് പറയാനായിട്ടുള്ള അവസരം നൽകിയാണ്. ഓവർ ടു ബോബി. തനിക്ക് എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് കരുതുന്നു. അടുത്തതായിട്ട് പെരുമ്പാവൂരുള്ള സുവിശേഷൻ KM ശാമുവേൽ ഒരു 3 മിനിറ്റ് സമയം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യമായ ഒരു ജീവിതം നയിച്ച ബ്രദർ ബെനഡിക്റ്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പലരും പറഞ്ഞതുപോലെ എനിക്ക് അദ്ദേഹത്തോട് അത്രമാത്രം വലിയ പരിചയമില്ലായിരുന്നു. എന്നാൽ പരിചയപ്പെട്ടത് ബ്രദർ മാത്യു പോളിൽ കൂടെയാണ്. പെരുമ്പാവൂർ സഭയിൽ താൻ ബൈബിൾ സ്റ്റഡി സൂമിൽ കൂടെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി പറയുകയും പുറകിൽ ആരോ ഒന്ന് മിന്നി മറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതാരാണ്. അപ്പോൾ പറഞ്ഞു എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരനാണ്, പേര് അന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുവാനിടയായി അന്ന് ഞങ്ങൾ സഭയിലുള്ള പലർക്കും. അതിനുശേഷം തനിക്ക് ക്യാൻസർ പിടിച്ചപ്പോഴും ഈ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് വീണ്ടും തന്റെ രോഗത്തെപ്പറ്റി പറയുവാനിടയായി.
അങ്ങനെയാണ് ഞങ്ങൾ ബ്രദർ ബെനഡിക്റ്റിനെ പറ്റി അറിയുന്നതും തന്റെ രോഗവിവരങ്ങൾ അറിയുന്നതും ഒക്കെ. തന്നെ നേരിൽ ആ സമയങ്ങളിലെങ്കിലും കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ തന്റെ രോഗവിവരങ്ങൾ കൂടുതലായിട്ട് മിക്കപ്പോഴും അറിയിച്ചുകൊണ്ടിരുന്നത് ബ്രദർ സാംപോളാണ്. സാംപോളിൽ കൂടെയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രത്യേകം അദ്ദേഹത്തെ ഓർത്ത് വളരെ പ്രാർത്ഥിച്ചു, ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കെയറിംഗ് ഹാൻഡ് ട്രസ്റ്റില് ആ വിവരം പറഞ്ഞു. അദ്ദേഹത്തിന് ധാരാളം പൈസയുടെ ആവശ്യമുള്ള ഒരു സമയമാണ്, ആരുമില്ല, ഭവനക്കാരൊക്കെ വിട്ടുപോയി, കുടുംബം വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളൊക്കെയാണ് സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം, സാധാരണ ഞങ്ങൾക്ക് ട്രസ്റ്റ് കെയറിംഗ് ഹാൻഡ് ട്രസ്റ്റിൽ കൂടെ 1 പ്രാവശ്യം മാത്രമേ സാധാരണ ഒരാളെ സഹായിക്കാറുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ വളരെ പ്രത്യേക പരിഗണനയിൽ 2 പ്രാവശ്യം ഞങ്ങൾ ചെറിയൊരു തുക അങ്ങനെ അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ സഹായിപ്പാൻ തക്കവണ്ണം സാധിച്ചു. വളരെ സാധുക്കളെയും അതുപോലെ തന്നെ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ചിലരെ സഹായിപ്പാനായിട്ട് മാത്രം തുടങ്ങിയ ഒരു ചെറിയ ട്രസ്റ്റാണത്. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ ഒരു ചെറിയ സഹായം ചെയ്യുവാനിടയായി. ഞാനത് പറഞ്ഞത് കൊടുത്ത കാര്യം പറയുവാനല്ല, എന്നാൽ അതിന് താൻ ഉടൻ തന്നെ നന്ദിയോടെ ആ എമൗണ്ട് കിട്ടിയ എമൗണ്ട് സഹിതം എഴുതി നന്ദിയുടെ വാക്കുകൾ അദ്ദേഹം എഴുതുമായിരുന്നു. എന്നിട്ട് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, സഹോദര, എൻ്റെ കൈകളെ ദൈവം ബലപ്പെടുത്തട്ടെ, എത്രയും വേഗം ഞാൻ മടങ്ങിപ്പോകും ജോലിക്കായിട്ട്. ഞാൻ ഈ പൈസ ഇതിലധികമായിട്ട് ഞാൻ തിരിച്ചു തരും കെയറിംഗ് ഹാൻഡിന്. എന്നേക്കാളും സാധുക്കളായി ഇരിക്കുന്ന ആവശ്യക്കാർ ഉണ്ടല്ലോ, അവരെ സഹായിപ്പാൻ തക്കവണ്ണം ഞാൻ തിരിച്ചു തരും എന്ന് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ശുദ്ധത ഞാനൊന്ന് ഓർത്തുകൊണ്ട് അത്ര ഇപ്പോൾ പറഞ്ഞതാണ്. സാംപോൾ കഴിഞ്ഞ ദിവസം എഴുതി ഇതുപോലെ വളരെ അവശമായ നിലയിലാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ വീണ്ടും അഭയം പ്രാപിച്ചു. ഇനി അധിക സമയം കാണത്തില്ല എന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു പെരുമ്പാവൂരിൽ നിന്നൊന്ന് കടന്നു പോകണം. അങ്ങനെ തിരുവല്ലയിലേക്ക് കടന്നുപോയി. അവിടെ എൻ്റെ മൂത്ത മകളുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മകളും കൂടെ ഞങ്ങൾ മെയ് 2-ാം തീയതി പോയി കണ്ടു. ഞാൻ വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. തലേ ദിവസം ഞാൻ വിളിച്ചു, അന്നേരം പറഞ്ഞു, പതരെ ഞാൻ മിക്കവാറും ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആകും, അല്ലെങ്കിൽ നാളെ ആകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം പിന്നെ വിളിച്ചു. അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 4 മണിക്ക് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വരും, വൈകിട്ടത്തേക്ക് വന്നാൽ കാണാം തീർച്ചയായിട്ടും. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു, അഡ്രസ്സ് എഴുതി അയച്ചു തന്നു വാട്സപ്പിൽ കൂടെ. അപ്പോൾ വളരെ ധൈര്യത്തോടും വളരെ കൃപയോടും കൂടെ ആയിരുന്നു. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ സഹോദരന്മാർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അയൽവക്കത്തെ വീട്ടിൽ ഞങ്ങൾ വീട്ടുപേര് ചോദിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അദ്ദേഹം വന്നോ ഹോസ്പിറ്റലിൽ? ഞാൻ പറഞ്ഞു, വന്നു. അപ്പോൾ അദ്ദേഹവും വന്ന് കാണാൻ, അടുത്ത വീട്ടിലെ ഒരു ആള്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് സംസാരിച്ചു. ഒരു വിധത്തിലും സാംപോള് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും മരണം അടുത്തുപോലെ ഒരിക്കലും അടുത്ത് കാണത്തില്ല എന്നുള്ളതായ ചിന്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നതും ഞാൻ അദ്ദേഹത്തെ നോക്കുന്നതും. എഴുന്നേറ്റ് ചാരി ഇരുന്നു കൊണ്ട്, ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ചാരി ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും വളരെ കൃപയോടെ താന് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരങ്ങളെല്ലാം വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു. പ്രത്യേകിച്ച് അനുജനും അനുജത്തിയും ഒരു പെങ്ങളും ഒക്കെ വന്ന് വളരെ ഹൃദ്യമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളവിടെ ഒരുമിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ഒരുമിച്ച് വന്ന് അവരുടെ തലയൊക്കെ മൂടി വളരെ വളരെ സന്തോഷത്തോടെ ഹൃദ്യമായിട്ട് തന്നെ അവര് ആ പ്രാർത്ഥനയിലൊക്കെ അവർ സംബന്ധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അവരുടെ നമ്പർ എടുത്തു. എൻ്റെ അനുജന്റെ ഭാര്യയെ വിളിക്കുകയും ചില ധ്യാനങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് മെഡിറ്റേഷൻസ് ഒക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ദൈവം അനുവദിച്ചാൽ അവിടെ തമ്മിൽ ഒന്ന് കോണ്ടാക്ട് ആയിരിക്കാൻ തക്കവണ്ണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ആ സന്ദർഭത്തിൽ അപ്പോൾ ഞാനൊരു കൂട്ടായ്മ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബദറെ ഞാൻ ഗൂഗിൾ പേയിലേക്ക് കൂടെ അയച്ചാൽ അത് ബദറിന് എടുക്കാൻ പറ്റുമോ? അയ്യോ തീർച്ചയായിട്ടും എടുക്കാം, എനിക്ക് ആവശ്യമുള്ളൊരു സമയമായിരുന്നു ബദറെ എന്നോട് പറഞ്ഞു. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എനിക്ക് തോന്നുന്ന പേയ്മെന്റ് ഒക്കെ ഡ്യൂ കാണും, കടം കാണും. അപ്പോൾ അങ്ങനെ ഒരു പൈസ അയച്ചു, അല്പം ഞാൻ കൊടുത്തു ഗൂഗിൾ പേയിൽ കൂടെ. അത് സ്വീകരിച്ചു, മെസ്സേജ് എനിക്ക് കിട്ടി, ബദറെ ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പിരിയുന്നത്. ഇത്ര പെട്ടെന്നൊരു മരണം സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും ചിന്തിച്ചില്ല.
പെരുമ്പാവൂർ സഭയുടെ, അതുപോലെ തന്നെ കെയറിംഗ് ഹാൻഡ് ട്രസ്റ്റിന്റെ, എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാ അനുശോചനവും ഇന്ന് രാത്രി ഞാൻ ആ പ്രിയ സഹോദരന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ദൈവം തന്നെ വിളിച്ചു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനൂടെ ആയിരിക്കുന്നു. നാം കേട്ടല്ലോ, അത്യുത്തമം. പൗലോസ് ദർശിച്ച ആ ഒരു ദേശമാണ് ആ സ്വർഗദേശം. തൻ്റെ സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ട് താൻ കണ്ട് മടങ്ങി വന്നതാണ്. അപ്പോൾ ആ സ്വർഗീയ ദർശനം തനിക്ക് മനസ്സിലായി, അതെങ്ങനെയുള്ള സ്വർഗമാണെന്ന് താൻ കണ്ടു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് അങ്ങോട്ട് പോകുവാൻ ഞാൻ കാക്ഷിക്കുന്നു, അതാണ് അത്യുത്തമം എന്ന് പറയുവാൻ കാരണമായത്. ബെനഡിക്ട് സഹോദരൻ അവിടെ ഉണ്ട്. നമുക്ക് കൃപയാൽ നമുക്കും എത്രയും വേഗം കടന്നു ചെന്ന് ഒരുമിച്ച് നിത്യത കഴിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു സമയം തന്നതിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ബ്രദർ. നമ്മുടെ സമയം വളരെ മുന്നോട്ട് പോയി. കുന്നക്കുരുടി സഭയിൽ നിന്ന് അനേകം ചെറുപ്പക്കാര് തന്നോടൊപ്പം വളരെ സഹകരിച്ച് തനിക്ക് വേണ്ടി വളരെ അധ്വാനിച്ചിട്ടുള്ള പല പ്രിയപ്പെട്ടവർക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ സമയം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. മാറ്റിപ്പോൾ അങ്കിളിന്റെ അടുത്ത് താൻ വരുമ്പോഴൊക്കെ തന്നോട് അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയാണ് ബ്രദർ തോമസ് മാത്യു. അദ്ദേഹം തന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് അല്പസമയം മാത്രം നമ്മോട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂടിയൊരു നാം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഓവർ ടു ബ്രദർ തോമസ് മാത്യു. പ്രിയപ്പെട്ട ബെനഡിക്ട് സഹോദരനെ കുറിച്ച് കേട്ട എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് അദ്ദേഹത്തെയും നമ്മെയും രക്ഷിച്ച നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. പല സന്ദർഭങ്ങളിൽ മാറ്റിപ്പോൾ സഹോദരൻ മുഖാന്തരമാണല്ലോ നമ്മളൊക്കെ ബെനഡിക്ട് സഹോദരനുമായിട്ട് ഇടപെടാനിടയായത്. എന്നാൽ വളരെ സൗണ്ട് ഇച്ചിരി ലോ ആണല്ലോ, ഒന്നുകൂടെ സൗണ്ട് ഹൈ ആക്കാൻ പറ്റുമോ? വളരെ ആഴമേറിയ നിലയിൽ വ്യക്തിപരമായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും മാറ്റിപ്പോൾ സഹോദരനിൽ കൂടെ തൻ്റെ രോഗത്തിന്റെ പ്രാരംഭഘട്ടം മുതലുള്ള കാര്യങ്ങൾ അറിയുവാനും തന്നെ ഇത്രമാത്രം സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ച ഒരു സഹോദരൻ എന്ന നിലയിൽ പ്രിയ ബെനഡിക്ട് സഹോദരനെ കാണാനായിട്ടും ദൈവം ഇടയാക്കി. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇപ്പൊ കേൾക്കാമോ? Yes, okay, you can proceed. ഒരു കുറിപ്പിൽ ബെനഡിക്ട് സഹോദരൻ ജ്വലിച്ചു പ്രകാശിച്ച ഒരു സ്നേഹവിളക്കായിരുന്നു എന്ന് വായിക്കാനിടയായിത്തീർന്നു. വാസ്തവത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം സഫലമായി എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. തോമസ് സഹോദരൻ പറഞ്ഞ പോലെ തൻ്റെ ശവസംസ്കാര ശുശ്രൂഷ എന്നുള്ള നിലയിൽ ചെയ്യാനായി നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അത് സാരമില്ല. തൻ്റെ ഒരുപക്ഷെങ്കിൽ തൻ്റെ ഭവനത്തിൽ സാക്ഷിയാകണമെന്നായിരിക്കാൻ താൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ അനേകരും കർത്താവിനെ അറിയാൻ ഇടയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. താൻ ഇത്രമാത്രം വിനയമുള്ളവനായിട്ട് നാം പ്രാരംഭം മുതൽ കേട്ടത് തനിക്കുണ്ടായിരുന്ന വലിയ ജോലി, സ്ഥാനമാനങ്ങൾ, എങ്കിലും ഒരു സെർവൻ്റ് ആറ്റിറ്റ്യൂഡിൽ പ്രിയ മാത്യു പോൾസറെ സൂക്ഷിപ്പാനായിട്ട് തനിക്ക് ദൈവം കൃപ നൽകി. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ വളരെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, വിശ്വാസികൾക്ക് എന്താണ് ഇത്ര കഷ്ടമെന്ന്. വിശ്വാസികൾക്ക് കഷ്ടം ഇവിടെയുള്ളൂ. അതുകൊണ്ട് ഇവിടം കഴിഞ്ഞാൽ പിന്നെ ആശ്വാസവും ദൈവസേനയുള്ള സന്തോഷവും മാത്രമേ ഉള്ളൂ. ഒരു സിൽവർ സ്മിത്ത് അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് തട്ടാൻ എപ്രകാരമാണ് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി ശുദ്ധീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ തട്ടാന്റെ മുഖം അതിൽ പ്രതിഫലിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ലൈഫിൽ വാസ്തവത്തിൽ മരണമല്ല ട്രാജഡി എന്നൊരു ദേവദാസൻ പറഞ്ഞ എത്രയോ ശരിയാണ്. ഡെത്ത് ഈസ് നോട്ട് എ ട്രാജഡി. വാട്ട് ഈസ് ട്രാജഡി? നോട്ട് ലിവിങ് ഇൻ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ഇമേജിൽ, തൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. അവിടെ പറയുന്നുണ്ട്,
നിങ്ങൾ സന്താനപുരുഷമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക, അതിനെ വാഴുക എന്ന്. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ചില വേർഷനിൽ റീപ്രൊഡ്യൂസ് മൾട്ടിപ്ലൈ എന്നാണ്. വാട്ട് ടു മൾട്ടിപ്ലൈ, വാട്ട് ടു റീപ്രൊഡ്യൂസ്, ഗോഡ്സ് ഇമേജ് റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് വാസ്തവത്തിൽ അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം പാപനിമിത്തം ആ കാര്യത്തിൽ തടസ്സം നേരിട്ടു. പക്ഷേ കർത്താവ് അതിനെ വീണ്ടെടുക്കാനായിട്ട് നമുക്കായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്നേറ്റു. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം റീപ്രൊഡ്യൂസ് ദ ഇമേജ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. നമ്മൾ റോമാലേഖനം 8:29 വരുമ്പോൾ തൻ്റെ പുത്രനെ പോലെ അനുരൂപരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. അതിന് നമുക്കറിയാം ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ട്രബിൾസൂടെ, പ്രശ്നങ്ങള്, കഷ്ടങ്ങള്, പ്രയാസങ്ങള് അതുകൂടെ നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ട് അവന്റെ മുഖം അല്ലെങ്കിൽ അവന്റെ രൂപം നമ്മളിൽ പ്രതിഫലിക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാനും പ്രത്യാശിക്കാനും ധാരാളം കാര്യമുണ്ട്. ബെനഡിക്ട് സഹോദരനെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയാകുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുകയും കൂട്ടായ്മ കൊടുക്കുകയും കരുതുകയും, പ്രത്യേകിച്ച് കുന്നക്കുരുടി സഭ, മറ്റ് ഗൾഫിലുള്ള പല സഭകളുടെ കാര്യം നമ്മൾ ഓർത്തു. ഈ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായി പ്രതിഫലം നൽകട്ടെ. തന്നെ അത്രയധികം നിങ്ങൾ സ്നേഹിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ സഭകള് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സഭകളുടെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിലും ദൈവമക്കളെ സഹായിക്കാനും സ്നേഹിക്കാനും നമ്മുടെ സഹോദരന്മാർക്കുള്ള പ്രത്യേകമായൊരു കൃപ, അത് ഞാൻ എപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ആ കാര്യത്തിൽ ഒട്ടും എന്ത് വിലയും കൊടുത്ത്, വലിയ പരിചയമൊന്നും വേണമെന്നില്ല, ഒരു ദൈവം ഇതിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ആളിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും നമ്മുടെ സഭകളിൽപ്പെട്ട ദൈവമക്കൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഞാൻ ഒരു വാക്യം വായിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് 1 Corinthians 15 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും ഞാൻ ആകുന്നത്, 10-ാം വാക്യം, 1 Corinthians chapter 15 verse 10, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. പിന്നീടും പറയുന്നുണ്ട്, ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപ എത്രേ, ഞാനാകട്ടെ അവരാകട്ടെ ഇവെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃപയാലാണ് നമുക്കുള്ളത്, നമ്മൾ എന്താകുന്നു എന്നുള്ളത്. 84-ാം സംഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം കൃപയും മഹത്വവും നമുക്ക് നൽകുന്നു. കൃപയുടെയും മഹത്വത്തിന്റെ ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്, അത് വേദനയും കണ്ണുനീരും പ്രയാസവും ഒക്കെയാണ്. പക്ഷേ കൃപ ലഭിക്കുന്നത് മുതൽ നമുക്ക് ആ മഹത്വം ലഭിക്കുന്നവരെയുള്ള സമയത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, സഹായിക്കുന്ന, കൃപ തരുന്ന ഒരു കർത്താവ്. നമ്മുടെ അനേകരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഈ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന പലരെ സംബന്ധിച്ചും എനിക്ക് വ്യക്തിപരമായി അറിയാം. അനേക പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ കൃപ അവന്റെ ശക്തിയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന സമയം എത്രയാണോ ആ സമയം, കർത്താവെ നിന്റെ കൃപയാലാണ്. ആ കൃപയെന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, അർഹതയില്ലാത്തതാണ്. എന്നാൽ അത് കൃപ തരുന്നതോടുകൂടി കൃപാവരങ്ങളും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം എത്ര നാൾ ജീവിച്ച, 56 വർഷമോ ഇല്ല, അത്രയും പോലും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. സ്തേഫാനോസ് വളരെയധികം നാളുകൾ ജീവിച്ചില്ല. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 25 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വാർദ്ധക്യം, വയോധികനും, എന്നാൽ അതേസമയം അവന്റെ ഒരു പൂർണ്ണമായ ഒരു ആയുസ്, ഫുൾ ലൈഫും ഫുൾഫിൽഡ് ലൈഫും ഉണ്ട്. അനേകര് പൂർണ്ണമായ ആയുസ് 90, 95, 100 ഒക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പലരുടെയും ഫുൾഫിൽഡ് അല്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ച പർപ്പസ് നിവർത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. നമ്മുടെ കർത്താവ് 33 വർഷം ചെല്ലുവാനേ ഉള്ളായിരുന്നെങ്കിലും അത് ഒരു പൂർണ്ണതയുള്ള, മാത്രമല്ല ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. സ്തേഫാനോസ് ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ ഒരാളെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് വേദപുസ്തക പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം.
വേറെ ആരെ കുറിച്ചല്ല, അത് തബീഥയെ കുറിച്ചാണ്. അപ്പോൾ തബീഥ മരിച്ചു പോയപ്പം അവിടെ ആളുകൾ പറഞ്ഞ ഒരു കാര്യം, പത്രോസ് ചെല്ലുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോസ്തലർ 9-ാം അധ്യായത്തിൽ അവിടെ ഈ 39-ാം വാക്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീഥ തങ്ങളോട് ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. ഇസി തബീഥ മരിച്ചു. പിന്നീട് തബീഥ ഉയർത്തെഴുന്നേറ്റെങ്കിലും പിന്നീട് മരിച്ചു നമുക്കറിയാം. പക്ഷെ അവൾ ഉയർത്തെഴുന്നേറ്റപ്പം ഈ ആളുകൾ പറഞ്ഞു കാണും, നീ അന്നുണ്ടാക്കിയ ആ കുപ്പായമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് കരഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചില കുപ്പായങ്ങളും ഉടുപ്പുകളും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. പ്രതിസന്ധികളില്ലാതെ ആരും ജീവിക്കുന്നില്ല. പക്ഷേ ഈ ഗോഡ്സ് പർപ്പസ്, ദൈവത്തിന്റെ ക്രിയേഷൻ മാൻഡേറ്റ് എന്താണ്? അവനെപ്പോലെ, അവന്റെ സ്വരൂപത്തിൽ നമ്മൾ ആക്കപ്പെടുക, അല്ലെങ്കിൽ പുത്രനെ പോലെ നമ്മൾ ആവുക എന്നുള്ള ആ പർപ്പസ് നിവർത്തിക്കപ്പെടുന്ന പ്രക്രിയയിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണെന്ന് എഫേസ്യർ 2:10 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വർക്ക്മാൻഷിപ്പ് എന്നാൽ ഇംഗ്ലീഷിൽ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുകയാണ്, സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ ഒരുക്കി എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു പീസേ ഉള്ളൂ. നമ്മളെ ഓരോരുത്തരും ഓരോ പീസേ ഉള്ളൂ. അത് അതുല്യമായൊരു പീസാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ചെയ്തു പോരേണ്ടതിന് എന്താണ്? സൽപ്രവർത്തികൾ. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുക. അത് നിവർത്തിക്കപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ കൃപാവരങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒന്നിലധികം അനേക കൃപാവരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഗോഡ്സ് പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക, അത് രോഗത്തിലൂടെയോ പ്രയാസത്തിലൂടെയോ. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, വാട്ട് ഹാപ്പൻസ് ടു യു ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഹാപ്പൻസ് ത്രൂ യു ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളിൽ കൂടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബെനഡിക്ട് സഹോദരന്റെ രോഗവും പ്രയാസവും മുഖാന്തരം ആരൊക്കെ നിത്യതയിൽ കാണുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒരു ദിവസം നമുക്കത് കാണാനും കേൾക്കാനും കഴിയും. മാത്യു പോൾ സഹോദരന്റെ ജീവിതം ഓർത്ത് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളിനെ ഇനി പോരെ, എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞത് ബെനഡിക്ട് സഹോദരന് എന്തൊരു ആശ്വാസമായി. നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും നിലയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പർപ്പസ് നിവർത്തിക്കുന്ന ആ കാര്യത്തിൽ ചില സൽപ്രവർത്തികൾ അത് ചെയ്യാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചത്, ചിലപ്പോൾ അത് അറിഞ്ഞില്ലെന്ന് വരും. അറിയാതെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ ബെനഡിക്ട് സഹോദരൻ ചെയ്തു കാണും. പക്ഷേ ഒരു സെലിബ്രേഷൻ എന്നുള്ള നിലയിൽ ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഓർത്തതിൽ ഒരു തെറ്റുമില്ല. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മഹത്വം കരയേറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ഷണികമായ ജീവിതം ദൈവത്തിൽ ജീവിച്ചില്ല, ദൈവത്തിന്റെ പർപ്പസ് നിവർത്തിച്ചില്ല എന്നുള്ളൊരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കാൻ നമുക്കെല്ലാവർക്കും, കർത്താവേ നീ തന്ന കൃപയാണ്, കൃപയാലാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എന്നാൽ നീ ഞങ്ങളെ ഏൽപ്പിച്ചത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ചെയ്യേണ്ട സൽപ്രവൃത്തികൾ അതിൽ ശുഷ്കാന്തിയുള്ളവരായിട്ടും വർദ്ധിച്ചും വരുവാൻ തക്കോണം ഞങ്ങളുടെ ശിഷ്ടമുള്ള ആയുസ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ മഞ്ഞുള്ളൊരു സമയത്ത് ഒരു ചെറിയ ബാലൻ വളരെ കഷ്ടപ്പെട്ട് വിറച്ച് ആ മഞ്ഞിൽ കഴിയുമ്പോൾ ഒരു പ്രായമുള്ള ആൻറ്റി ആ മോനെ കണ്ടിട്ട് തൻ്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ സ്വെറ്റർ എടുത്ത് അവനെ ധരിപ്പിച്ചു. ആ വസ്ത്രം അവനിട്ടപ്പോൾ അവന് ഭയങ്കര ആശ്വാസമായി. അപ്പൊ അവൻ ചോദിച്ചു, ആന്റി, ആർ യു ഗോഡ്? ആന്റി, താങ്കൾ ദൈവമാണോ? അപ്പോൾ അവർ പറഞ്ഞു, നോ, ഐ എം നോട്ട് ഗോഡ്, ബട്ട് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണെന്ന് വിശ്വാസിയായ സഹോദരി പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പറയുകയാണ്, ആ ബാലൻ തണുത്ത് വിറച്ച് അവന് കൊടുത്ത ആ വസ്ത്രം കൊണ്ട് അവൻ ആശ്വാസം കിട്ടിയപ്പോൾ അവൻ പറയുകയാണ്, ഐ ന്യൂ ദർ ഈസ് സം കണക്ഷൻ വിത്ത് യു ആൻഡ് ഗോഡ്. ദൈവം നിങ്ങളുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. സി, ദിസ് ഈസ് വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ബെനഡിക്ട് സഹോദരന്റെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പർപ്പസ് നിവർത്തിക്കപ്പെട്ടു. പ്രത്യാശയിൽ ദൈവസ്ഥനിലേക്ക് ഈ ലോകപ്രകാരം ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നടന്നില്ല എന്ന് വരാം. പക്ഷെങ്കിൽ ദൈവം തനിക്ക് കൊടുത്ത കൃപയനുസരിച്ച് പ്രതിസന്ധിയിലും കണ്ണുനീരിലും ഒക്കെ
തന്നെ കൊണ്ട് ആവുന്നത് ചെയ്തു. അത് നമ്മെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രിയ രൂഫസ് എന്നെ ആ പടം കാണിച്ചു തൻ്റെ മുഖത്തിൻ്റെ. നേരത്തെ ആരോ പറഞ്ഞതുപോലെ അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി, വളരെ വിഷമം തോന്നി. പക്ഷേ ദൈവം അങ്ങനെയാണ് അനുവദിച്ചത്. ഇതിൻ്റെ എല്ലാം നന്മ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെടുന്നത് തന്നെ. അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സംബഡി ഹാസ് ടു വർക്ക് ഇറ്റ് ഔട്ട്, വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പ്രിയ സഹോദരനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപ നിർവഹിച്ചു എങ്കിൽ നമുക്കുമുള്ള ഗോഡ്സ് പർപ്പസ് നിവൃത്തീകരിക്കാനായിട്ട് ഒരു സമർപ്പണം ചെയ്യാനുള്ള സന്ദർഭം കൂടിയാണ്. ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജോൺസൺ ബ്രദറെ മ്യൂട്ടാണ്. സോറി. താങ്ക് യു തോമസ് അങ്കിൾ ഫോർ ദാറ്റ് വണ്ടർഫുൾ മെസ്സേജ്. വളരെ പ്രത്യാശ നൽകുന്ന, നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രാവർത്തികമാക്കേണ്ടുന്ന, കരുതിക്കൊള്ളേണ്ടുന്ന വളരെ അത്യാവശ്യം ചില കാര്യങ്ങൾ പ്രിയ അങ്കിള് ഓർപ്പിക്കാനിടയായി തീർന്നു. ഇന്ന് എനിക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു കുഞ്ഞ് ബെനഡിക്ട് അങ്കിളിന്റെ ഒരു പടം വരച്ച് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിതാണ് ബെനഡിക്ട് അങ്കിളിന്റെ, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുകയാണ്. ആ കൊച്ചു കുഞ്ഞ് തൻ്റെ കലാവിരുതിൽ ആ അങ്കിളിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് വരച്ച ഒരു ചിത്രമാണിത്. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയ അങ്കിൾ, പ്രിയ ബെനഡിക്ട് സഹോദരൻ. തന്നെ നിത്യതയിൽ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. തൻ്റെ കഷ്ടത, തൻ്റെ രോഗം, തൻ്റെ കണ്ണുനീർ, തൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി ഇന്ന് താൻ കർത്താവിനോടൊപ്പം സന്തോഷിക്കുകയാണ്. ആ കാര്യം ഓർക്കുവാനായിട്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഗൾഫിന്റെ പ്രദേശങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്തൃനാമത്തിൽ കുന്നക്കുരുടി സഭയായിട്ടുള്ള സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. നാം ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. കുന്നക്കുരുടി സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ PM പൗലോസ് ഓരൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചിരിക്കുവാനും അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി നന്ദി പറയുവാനും ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. സംഭവബഹുലമായ ഭൂമിയിൽ, ആപത്തും അനർത്ഥവും കഷ്ടതയും ദുഃഖവും മരണമൊക്കെ നിറഞ്ഞ ഭൂമിയിൽ കർത്താവെ, അടിയങ്ങൾക്ക് ഈ നാളുകളിൽ തന്നുകൊണ്ടിരിക്കുന്ന പരിപാലനത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയ ബെനഡിക്ട് സഹോദരനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ ധന്യ ജീവിതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾ കർത്താവെ താൻ രോഗശൈലിയിലായിരുന്നുവെങ്കിലും കർത്താവെ ഇടയ്ക്കൊക്കെ ആശ്വാസം ലഭിച്ചുവെങ്കിലും ദൈവത്തിന് ഇങ്ങനെയാണ് പ്രസാദമായത്. തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അവിടുന്ന് പ്രസാദിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്കത് ഒരു നഷ്ടമായിട്ട് തോന്നുന്നുവെങ്കിലും കർത്താവെ അത് ലാഭമായിട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, അത് അത്യുത്തമമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അത്യുത്തമമായ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ നിന്റെ ദാസനെ അവിടുന്ന് ഇടയാക്കിയതിനാട് സ്തോത്രം. കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്തതായ, ക്യാൻസർ ഇല്ലാത്തതായ ഒരു സ്ഥലത്തേക്കാണ് താൻ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. ലോകത്തിൽ ഞങ്ങൾ ഈ ബലഹീനമായ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് രോഗമുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഏത് നിലയിലുള്ള രോഗങ്ങളും ഞങ്ങളെ ആക്രമിച്ചു എന്ന് വരാം. എന്നാൽ കർത്താവെ, ആ സ്വർഗീയ വാസം എത്രയോ ആനന്ദകരമായ വാസമാണ്. കർത്താവെ, ലോകത്തിലുള്ള കഷ്ടങ്ങൾ ഞങ്ങൾക്കൊക്കെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം നിസ്സാരമാണ് എണ്ണുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നതിനാട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരു നാളെല്ലാവരും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നു ചേരേണ്ടവരാണ്. അന്ന് ഞങ്ങൾക്ക് ബെനഡിക്ട് സഹോദരനെയും കാണുവാൻ കഴിയുമല്ലോ. കർത്താവെ, ആ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്കും ജീവിപ്പാൻ അവിടുന്ന് കൃപ തരുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ ആയുസ് കർത്താവെ നല്ല മാതൃക പിൻപറ്റി
അങ്ങയിൽ ആശ്രയിച്ചും വിശ്വസിച്ചും ജീവിപ്പാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ നാമ മഹത്വത്തിനായിട്ട് മാത്രം ജീവിച്ച് കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് ധന്യജീവിതം നയിച്ച് വേർപെട്ടു പോയ സഹോദരനായിട്ട് സ്തോത്രം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറവാനായിട്ടുള്ളത്. അവിടുന്ന് തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. എന്തുകൊണ്ട് ഇത്രയും വേഗം എന്ന് ഞങ്ങൾ മാനുഷ്യമായ നിലയിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് സമയമായപ്പോൾ കർത്താവ് തന്റെ ദാസനെ തന്റെ സമുദ്രത്തിലേക്ക് ചേർത്തു. അതിനെല്ലാ നന്ദിയും മഹത്വവും ഞങ്ങൾ കരയേറ്റുകയാണ്. ഞങ്ങൾക്ക് ഈ സമയം വരെയും കർത്താവയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അനേകരിലൂടെ കർത്താവെ അനുസ്മരണങ്ങൾ കേൾക്കുവാനിടയായി തീർന്നതിനായിട്ട് സ്തോത്രം. വചനത്തിൽ നിന്ന് കേട്ട് ഞങ്ങൾ കൂടുതൽ ആശ്വാസം പ്രാപിക്കാനിടയായി തീർന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ ഭവനത്തിലുള്ള സഹോദരിയെയും സഹോദരന്മാരെയും അവിടെയുള്ളതായ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. അവരെ കർത്താവെ ഈ ദൈവകൃപയിലേക്ക് വരുവാനിടയായി തീരണം. അവർ രക്ഷിക്കപ്പെട്ട് കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷം, അല്ലെങ്കിൽ ബെനഡിക്ട് സഹോദരൻ അനുഭവിച്ചതായ സന്തോഷം അവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് സുഖകരമായ വിശ്രമം നൽകണമേ. ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തന്ന സമയം ഈ സാവാസത്തിനായിട്ട് സ്തോത്രം. എല്ലാവിധമായ നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. രക്ഷകന്റെ വിലയേറെ നാമത്തിൽ ഏറ്റവും താഴ്മയായി ചോദിച്ചുകൊള്ളുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടുകൂടെയും പ്രത്യേകാൽ ഇന്ന് വചനം സംസാരിച്ച കർത്താസിനോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.